ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെയും അറിവിൻ്റെ പാതയിലേക്ക് വിരൽ ചൂണ്ടിത്തന്ന ഗുരുനാഥന്മാരെയും അറിവ് നൽകി അനുഗ്രഹിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെയും അതോടൊപ്പം ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോടുകൂടി അനുഗ്രഹങ്ങളോടുകൂടി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് സെൽഫ് ഹിപ്നോസിസിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു വ്യക്തിയുടെ ഉന്നമനത്തിന്, പരിവർത്തനത്തിന് സെൽഫ് ഹിപ്നോസിസ് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ്. ആദ്യം നമുക്ക് എന്താണ് ഹിപ്നോസിസ് എന്നുള്ളതിലേക്ക് പോകാം. കാരണം വ്യത്യസ്തരായിട്ടുള്ള ഒത്തിരി പേര് വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിലും അറിവിൻ്റെ തലങ്ങളിലുമൊക്കെ നിലനിൽക്കുന്ന ഒത്തിരി പേര് വെബിനാറിൽ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഹിപ്നോസിസ് എന്താണ് എന്ന് സാമാന്യമായിട്ടൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ശരിക്കും ഹിപ്നോസിസിൻ്റെ നിർവചനം എന്ന് പറയുന്നത് സ്വയമോ മറ്റൊരു വ്യക്തിയുടെയോ നിർദ്ദേശങ്ങളിലൂടെ സംഭവിക്കുന്ന മറ്റൊരു മാനസികാവസ്ഥ അല്ലെങ്കിൽ വ്യത്യസ്തമായ ആ ഒരു മാനസികാവസ്ഥ, ഇതാണ് ഹിപ്നോസിസ്. ഒന്നുകിൽ സ്വയം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഹിപ്നോസിസിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇതിനെയാണ് ഏറ്റവും ലളിതമായിട്ട് നമ്മൾ സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ നിർദ്ദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഹിപ്നോസിസിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇത് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഇനി വ്യക്തികളുടെ നിർദ്ദേശം മാത്രമല്ല, സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ടും നമുക്ക് ഹിപ്നോസിസിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ ഈ നിർദ്ദേശങ്ങളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതിലൂടെ വേണമെങ്കിലും നിർദ്ദേശങ്ങളെ സ്വീകരിക്കാൻ സാധിക്കും. കണ്ണ്, ചെവി, നാവ്, മൂക്ക്, ത്വക്ക് തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതിലൂടെ വേണമെങ്കിലും നിർദ്ദേശങ്ങളെ സ്വീകരിക്കാൻ സാധിക്കും. തുടക്കത്തിൽ പറഞ്ഞില്ലേ, നിർദ്ദേശങ്ങളിലൂടെ രൂപം കൊള്ളുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു, പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതിലൂടെ വേണമെങ്കിലും നിർദ്ദേശങ്ങളെ സ്വീകരിക്കാൻ സാധിക്കും. ഈ വിധത്തിൽ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് വ്യക്തികളെ സ്വാധീനിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോവുകയാണ്. സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ ഭക്ഷണത്തിൻ്റെ നല്ല ഗന്ധം വരുന്നുണ്ട്, നല്ല ഊഷ്മളമായിട്ടുള്ള ഗന്ധം വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ വാച്ചിലൊന്ന് നോക്കിയപ്പോൾ 12:05 ആയിട്ടുള്ളൂ. ഉച്ചയ്ക്ക് 12:05 ആയിട്ടുള്ളൂ. സാധാരണഗതിയിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയമായിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഈ ഗന്ധം നിങ്ങൾക്ക് അത്രമാത്രം ഊഷ്മളമായിട്ട് തോന്നിയാൽ നിങ്ങളുടെ തീരുമാനത്തിലൊരു മാറ്റം സ്വയം തന്നെ വരുത്തും. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, അയ്യോ ഇനിയിപ്പോൾ ബസ് കിട്ടി അവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ 2:30 മണി കഴിയും, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചേക്കാം എന്ന് തീരുമാനം എടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനത്തെ ഒന്ന് മാറ്റി വേഗം പോയിട്ട് ഭക്ഷണം കഴിക്കും. മനസ്സിലായോ? അതായത് ഗന്ധം എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു സജഷൻ, ഒരു നിർദ്ദേശം നിങ്ങളിൽ സംഭവിപ്പിച്ച ഒരു മാറ്റമാണത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതിലൂടെ വേണമെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് വ്യക്തികളുടെ ചിന്തകളിലും പ്രവൃത്തികളിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ വേണമെങ്കിൽ തീരുമാനങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കും. ഞാൻ ചില ക്ലാസ്സുകളിൽ പറയാറുണ്ട്, ചില പ്രാർത്ഥനകളിൽ സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനകൾ, ഈ വിധത്തിലുള്ള പ്രാർത്ഥനകളിലൊക്കെ സംഭവിക്കുന്നത് പ്യുവർ ഹിപ്നോസിസ് തന്നെയാണ്. വ്യക്തികളുടെ ഉപബോധ മനസ്സിലേക്ക് ശക്തമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട്, അതുപോലെ വ്യത്യസ്തങ്ങളായ വിധത്തിൽ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ശബ്ദ സംവിധാനങ്ങളിലൂടെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുകയാണ് അത്തരമിടങ്ങളിലെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് ആഴത്തിൽ പോകുന്നില്ല, സാമാന്യമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സെൽഫ് ഹിപ്നോസിസം മറ്റൊരു വ്യക്തിയുടെ നിർദ്ദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഹിപ്നോസിസിന് വിധേയമാകുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. രണ്ടും ഹിപ്നോസിസ് തന്നെയാണ്. പക്ഷേ നമ്മൾ സ്വയം നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഹിപ്നോസിസിന് വിധേയമാകുന്ന സമയത്ത് അത്രമാത്രം ആഴത്തിൽ അല്ലെങ്കിൽ അത്രമാത്രം തീവ്രതയേറിയ ഹിപ്നോസിസിന് വിധേയമാകാൻ സാധാരണഗതിയിൽ സാധ്യമല്ല. കാരണം നമ്മൾ തന്നെയാണ് നമുക്ക്
നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്? കൂടുതൽ വ്യക്തമായിട്ട് പോകുന്ന വഴിക്ക് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ തന്നെയാണ് നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോധത്തിൻ്റെ ഒരു തലം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു തലം ഉണർന്നു തന്നെ ഇരിക്കും ഈ നിർദ്ദേശങ്ങളെ ക്രമീകരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം ആഴത്തിലേക്ക്, തീവ്രതയിലേക്ക് സാധാരണഗതിയിൽ കടന്നു ചെല്ലാൻ സാധ്യമല്ല. എന്നാൽ ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ നിർദ്ദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് ഹിപ്നോസിസിന് വിധേയമാകുന്നത് എങ്കിൽ കൂടുതൽ ആഴത്തിൽ, കൂടുതൽ തീവ്രതയിൽ ഹിപ്നോസിസിന് വിധേയമാകാൻ സാധിക്കും. അതും വലിയൊരു സാധ്യത തന്നെയാണ്. പക്ഷേ സെൽഫ് ഹിപ്നോസിസിൻ്റെ കാര്യം വരുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം, നമ്മുടെ സ്വന്തം തീരുമാനപ്രകാരം, നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഹിപ്നോസിസിന് വിധേയമാകാം. നമ്മുടെ സമയക്രമം അനുസരിച്ച് നമുക്ക് ഹിപ്നോസിസിന് വിധേയമാകാം. ഇനി മറ്റൊന്ന്, എന്തിനാണ് നമ്മൾ ഹിപ്നോസിസിന് വിധേയമാകുന്നത്, അല്ലെങ്കിൽ സെൽഫ് ഹിപ്നോസിസിന് വിധേയമാകുന്നത് കൊണ്ട് എന്താണ് ഗുണം, എന്താണ് അതുകൊണ്ടുള്ള നേട്ടം? ഹിപ്നോസിസിന് വിധേയമാകുന്നതിലൂടെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ, സ്വഭാവത്തിൽ ഒക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതിലൂടെ വ്യക്തിത്വ വൈകല്യങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ തുടങ്ങിയവയെല്ലാം പരിഹരിക്കാനോ ലഘൂകരിക്കാനോ സാധിക്കും. അതുപോലെ മാനസിക സമ്മർദ്ദങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, നമ്മൾ സാധാരണ പറയാറില്ലേ ടെൻഷൻ, സ്ട്രെസ് തുടങ്ങിയ കാര്യങ്ങൾ പരിഹരിക്കാനോ ലഘൂകരിക്കാനോ സാധിക്കും. അതുപോലെ തന്നെ ഉറക്കക്കുറവ് തുടങ്ങിയ ചില അസ്വസ്ഥതകളെ പരിഹരിക്കാനോ ലഘൂകരിക്കാനോ സാധിക്കും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ വ്യക്തികളിൽ സംഭവിപ്പിക്കാൻ ഹിപ്നോസിസിലൂടെ സാധിക്കും. അപ്പം നമ്മളിവിടെ വ്യക്തിത്വ വൈകല്യങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ ഇതെല്ലാം പരിഹരിക്കാം അല്ലെങ്കിൽ ലഘൂകരിക്കാം എന്ന് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് വ്യക്തിത്വം, അല്ലെങ്കിൽ എന്താണ് സ്വഭാവമെന്നും അത് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നും വളരെ ലളിതമായിട്ട്, ലഘുവായിട്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എന്താണ് വ്യക്തിത്വം? അതിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള, വളരെ ലളിതമായിട്ടുള്ള നിർവചനമെന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ആകെ തുകയാണ് വ്യക്തിത്വം. ഒരു വ്യക്തിയുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ആകെ തുകയാണ് വ്യക്തിത്വം എന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നത്? അത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ വ്യക്തിത്വ വൈകല്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് അതേക്കുറിച്ച് ലളിതമായിട്ട് പറയുന്നത്, ഒരു വ്യക്തിയുടെ ചിന്തകളും പ്രവൃത്തികളും ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ളവർക്കോ അല്ലെങ്കിൽ സമൂഹത്തിലോ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ചിന്തകളും പ്രവൃത്തികളും ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ളവർക്കോ, കുടുംബാംഗങ്ങൾക്കോ, സമൂഹത്തിലുള്ളവർക്കോ, അയൽക്കാർക്കോ ഒക്കെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുമ്പോൾ അതിനെ നമ്മൾ വ്യക്തിത്വ വൈകല്യം എന്ന് പറയും. സാധാരണഗതിയിൽ ഒരു വ്യക്തിയിലെ വ്യക്തിത്വം രൂപം കൊള്ളുന്നത് അയാളുടെ ബാല്യകാലത്താണ്. അതായത് ഏകദേശം ഒരു 8 വയസ്സ് വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ അയാൾ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, കടന്നു പോകുന്ന കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചില ഡേറ്റകളെ, ചില വിവരങ്ങളെ സൃഷ്ടിക്കും. ഈ വിവരങ്ങൾക്കനുസരിച്ചിട്ടാണ്, ഈ വിവരങ്ങളുടെ ഒരു ക്രോഡീകരണത്തിനനുസരിച്ചായിരിക്കും പിൽക്കാലത്ത് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ വ്യക്തിത്വം രൂപം കൊള്ളുന്നത്. ഞാൻ ചില ഹിപ്നോസിസ് ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട് ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒരു 4 വയസ്സുള്ള കുട്ടി സിറ്റ് ഔട്ടിലിരുന്നിട്ട് കളിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ അവൻ ഒരു കാഴ്ച കാണുന്നു. അവൻ്റെ അച്ഛൻ അമ്മയോട് ഒരു കപ്പ് കോഫി കൊണ്ടുവരാൻ പറയുന്നു. ഒരു കപ്പ് കോഫി ആവശ്യപ്പെടുന്നു അച്ഛൻ അമ്മയോട്. അപ്പോൾ അമ്മ മറുപടി പറയുന്നുണ്ട്, ദേ ഇപ്പോൾ കൊണ്ടുവരാം എന്ന് അമ്മ മറുപടി പറയുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അച്ഛന് കോഫി കിട്ടിയിട്ടില്ല. അപ്പോൾ അച്ഛൻ ഉള്ളിലേക്ക് നോക്കി ഒരു പ്രാവശ്യം ഓർമ്മപ്പെടുത്തി, ഞാനൊരു കോഫി ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു. അമ്മ വീണ്ടും മറുപടി കൊടുക്കുകയാണ്, തയ്യാറാകുന്നുണ്ട്, ഇപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞു. അച്ഛൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. അപ്പോഴും അമ്മ പറഞ്ഞു, ഇപ്പോൾ കൊണ്ടുവരാം എന്ന്. ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞു. അച്ഛൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. അപ്പോഴും അമ്മ പറഞ്ഞു, ദേ റെഡി ആയി കഴിഞ്ഞു, ഇപ്പോൾ കൊണ്ടുവരാം. 1 മിനിറ്റ് കൂടി കഴിഞ്ഞു, കോഫി കിട്ടിയിട്ടില്ല.
അപ്പോൾ അച്ഛൻ ഉള്ളിലേക്ക് നോക്കി അലറി, അതായത് ഷൗട്ട് ചെയ്തു. അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, ഞാനത് കാണിക്കുന്നില്ല. എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഷൗട്ട് ചെയ്തു. ഈ ഷൗട്ട് ചെയ്തതിൻ്റെ പിന്നാലെ അമ്മ വേഗം കോഫിയുമായിട്ട് അച്ഛനടുത്തേക്ക് എത്തുന്നു. ഇത് കുഞ്ഞ് കാണുകയാണ്. കുഞ്ഞ് ഇത് ഇന്നും കാണുന്നുണ്ട്, നാളെയും കാണുന്നുണ്ട്, അതിനടുത്ത ദിവസവും കാണുന്നുണ്ട്. ഉം. ഇതിലൂടെ കുഞ്ഞിൻ്റെ മനസ്സിൽ അവൻ പോലും അറിയാതെ ഒരു ഡേറ്റ രൂപം കൊള്ളുന്നുണ്ട്. എന്താ ആ ഡേറ്റ? ഒരു കാര്യം പെട്ടെന്ന് സംഭവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് സാധിച്ചു കിട്ടണമെങ്കിൽ ഏത് വിധത്തിൽ ചോദിക്കണം? ഷൗട്ട് ചെയ്യണം, ദേഷ്യപ്പെടണം, അല്ലേ? അച്ഛൻ ആദ്യം കോഫി ചോദിച്ചു, രണ്ടാമത് ചോദിച്ചു, മൂന്നാമത് ചോദിച്ചു. പക്ഷെ അച്ഛൻ എപ്പോഴാണ് കോഫി കിട്ടിയത്? അച്ഛൻ ഷൗട്ട് ചെയ്തപ്പോൾ. ഇത് ആ കുഞ്ഞിൻ്റെ മനസ്സിലൊരു ഡേറ്റയായിട്ട് അവിടെ രൂപപ്പെട്ടു. അതല്ലാതെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തില്ല. അച്ഛൻ പഠിപ്പിച്ചില്ല, മോനെ നിനക്കൊരു കാര്യം പെട്ടെന്ന് നടക്കണമെങ്കിൽ നീ ദേഷ്യപ്പെട്ട് ചോദിച്ചാൽ മതി, ഒന്ന് ഒച്ച ഉയർത്തി ചോദിച്ചാൽ മതി എന്ന് അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തില്ല. പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ അവൻ കടന്നുപോയ ഒരു സാഹചര്യത്തിൽ നിന്നും അവൻ്റെ മനസ്സ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. ഇതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കുഞ്ഞ് വളർന്ന് വലുതായി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവൻ ഭാര്യയോട് സംസാരിക്കുന്നതിന്, അല്ലെങ്കിൽ ഇതുപോലെ ഓരോരോ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് തന്നെ ഒച്ച ഉയർത്തിയിട്ടായിരിക്കും. അച്ഛൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും പ്രാവശ്യമേ ഒച്ച ഉയർത്തിയുള്ളൂ. പക്ഷേ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, ഈ വളർന്ന് വലുതായ ആളെ സംബന്ധിച്ചിടത്തോളം, അവൻ ആദ്യം തന്നെ ഷൗട്ട് ചെയ്ത് ചോദിക്കും, ഒച്ച ഉയർത്തി ചോദിക്കും. അത് ഭാര്യയോടുള്ള ദേഷ്യം കൊണ്ടല്ല, പിന്നെയോ അവൻ്റെ ഡേറ്റ് അങ്ങനെയാണ്, അവന് പെട്ടെന്ന് സംഭവിച്ചു കിട്ടണം, അത്രയേ ഉള്ളൂ. അതല്ല ദേഷ്യം കൊണ്ടല്ല. ഇത് ഭാര്യയോട് മാത്രമല്ല, പിന്നെയോ അയാൾക്ക് ആധിപത്യമുള്ള എല്ലായിടത്തും ഇത് തന്നെ സംഭവിക്കും. അവൻ ഒച്ച ഉയർത്തി ചോദിക്കും. അത് ഭാര്യയാണെങ്കിലും ശരി, സുഹൃത്താണെങ്കിലും ശരി, അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും ശരി, ചുറ്റുപാടുകളിൽ എവിടെയാണെങ്കിലും അയാൾക്ക് ആധിപത്യമുള്ള എല്ലായിടങ്ങളിലും അയാൾ ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ ശബ്ദമുയർത്തുന്നത് സാധാരണഗതിയിൽ ആരോടുമുള്ള ദേഷ്യമോ വിരോധമോ ഒന്നും കൊണ്ടല്ല. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, മൂക്കത്താ ശുണ്ഠി, പക്ഷെ എല്ലാവരോടും വളരെ സ്നേഹമാട്ടോ പറയാറില്ലേ? കാര്യം ഇതാണ്. വാസ്തവത്തിൽ അദ്ദേഹം ദേഷ്യം പ്രകടിപ്പിക്കുന്നതല്ല, പിന്നെയോ ഈ പറയുന്ന മാതിരി അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളുടെ പ്രതിഫലനമാണത്. അപ്പോൾ ഇയാൾ വിവാഹം കഴിച്ചു, ഭാര്യയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. എല്ലാത്തിനും ദേഷ്യമാണ്, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ദേഷ്യമാണ്. അപ്പോൾ അധികം നാൾ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ചില ചികിത്സാ നടപടികളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. ചിലപ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണേണ്ടി വരും, അതുപോലെ തന്നെ മറ്റ് ചില സമീപന രീതികളിലൂടെ കടന്നു പോകേണ്ടി വരും. ഇതെല്ലാം ചെയ്യേണ്ടി വരും. അവിടെ കറക്ഷൻസ് സംഭവിപ്പിക്കാൻ പറ്റും. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു മാറ്റം വേണമെന്ന് തോന്നിയാൽ, ഒരു അസ്വസ്ഥതയുണ്ട്, അതിന് ഒരു മാറ്റം വേണമെന്ന് തോന്നിയാൽ, അതിന് വളരെ ഫലപ്രദമായിട്ടുള്ള, വളരെ ലളിതമായിട്ടുള്ള, സ്വയം സ്വീകരിക്കാവുന്ന ഒരു മാർഗമാണ് സെൽഫ് ഹിപ്നോസിസ്. ഈ ദേഷ്യപ്പെടുന്നത് മാത്രമല്ല, പിന്നെയോ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അകാരണമായിട്ടുള്ള ഭയം നമ്മൾ പറയാറുണ്ട്. ഈ അകാരണമായ ഭയം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ കരുതുന്നത്? കാരണമില്ലാത്ത ഭയം, അല്ലേ? വാസ്തവത്തിൽ കാരണമില്ലാത്ത ഭയമല്ല, മറിച്ച് കാരണം അറിയാത്ത ഭയമാണ്. കാരണം അറിയാത്ത ഭയം. അപ്പോൾ കാരണം അറിയാത്ത ഭയം എന്ന് പറയുമ്പോൾ ആർക്കാണ് കാരണം അറിയാത്തത്? കോൺഷ്യസിന്, ബോധതലത്തിന് കാരണം അറിയില്ല. പക്ഷെ ഉപബോധ മനസ്സിൽ കൃത്യമായിട്ട് കാരണം അറിയാം. ഉപബോധ മനസ്സിൽ നിലനിൽക്കുന്ന ആ കാരണത്തിൻ്റെ പ്രതിഫലനമാണ് ബോധമനസ്സിൽ ഭയം എന്നുള്ള വൈകാരിക ഭാവമായിട്ട് പുറത്തേക്ക് വരുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു, ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. പ്രായം എത്രയൊക്കെ ഉണ്ടെങ്കിലും ശരി, വിദ്യാഭ്യാസം എത്രയൊക്കെ ഉണ്ടെങ്കിലും ശരി, സ്ഥാനമാനങ്ങൾ എത്രയൊക്കെ ഉണ്ടെങ്കിലും ശരി, മെജോറിറ്റിക്കും പോലീസിനെ പേടിയാ, അല്ലേ? നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയ്ക്ക് ഒരു പോലീസുകാരൻ കൈ കാണിച്ചാൽ പെട്ടെന്ന് ഹൃദയം ഒന്ന് അടിക്കും, എന്നിട്ട് അറിയാതെ തന്നെ ഉള്ളിൽ നിന്ന് വരും, അയ്യോ പെട്ടു. റൈറ്റ്? വാസ്തവത്തിൽ നിങ്ങളുടെ വാഹനത്തിൽ എല്ലാ റെക്കോർഡ്സും ഉണ്ട്, എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്, എങ്കിലും ഉള്ളിൽ നിന്ന് പെട്ടെന്നൊരു കിടുകിടുപ്പ് വരും, ഇല്ലേ? മെജോറിറ്റിക്ക് സംഭവിക്കുന്ന കാര്യമല്ലേ?
ഉം. പോലീസ് എന്ന് കേട്ടാൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ എന്ന് കേട്ടാൽ എത്ര പേര് കംഫർട്ടബിൾ ആയിരിക്കും? റൈറ്റ്. അപ്പൊ എന്താണ് ഈ അസ്വസ്ഥതയ്ക്ക് കാരണം? പോലീസ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളിൽ ഉണ്ടാകുന്ന ഈ അസ്വസ്ഥതയുടെ കാരണം എന്താ? ഈ അസ്വസ്ഥതയുടെ കാരണം വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളാണ്. ഉം. ഞാനൊന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് തരാം. നിങ്ങളിൽ അറിയുന്ന കാരണം ഒന്ന് പറയൂ. ശരി, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പറയാമോ? ഇത് പൊതുവായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയല്ലേ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂ. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ആ പേരൻസ് പറയും ആ എന്താ പറയുന്നത്? പോലീസ് പോലീസ് ആ, എക്സാക്ട്ലി. അതായത് ഭക്ഷണം കഴിക്കാനൊന്ന് മടിച്ചാൽ ഉടനെ അമ്മ പറയും പോലീസിനെ വിളിക്കും, പോലീസ് പിടിക്കും. ഒരു വികൃതി കാണിച്ചാൽ ഉടനെ പറയും പോലീസ് പിടിക്കും. ഇങ്ങനെ എന്ത് ചെയ്താലും പോലീസ് പോലീസ് പോലീസ്. ഈ 2 വയസ്സുകാരൻ അല്ലെങ്കിൽ 1.5 വയസ്സുകാരൻ ഇത് എന്താണ് പോലീസ് എന്ന് അറിയില്ല. അവൻ കേൾക്കുന്നത് അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കുന്നത് എന്തോ ഒരു ഭീകര ജീവിയാണെന്ന്. മനസ്സിലായോ? അപ്പൊ അന്നേരം കയറിയ ഡേറ്റയാ. പക്ഷേ ഇത് ഇറങ്ങിപ്പോയിട്ടില്ല. ഈ ഡേറ്റയിൽ ഒരു തിരുത്തൽ വന്നിട്ടില്ല. ഒന്ന്, പോലീസിന്റെ കാര്യത്തിൽ മാത്രമല്ല, മെജോറിറ്റിക്കും അവനവന്റെ അച്ഛനെന്ന് കേട്ടാ പേടിയാ. അച്ഛനെ പേടിയാ മെജോറിറ്റിക്കും, ഇല്ലേ? ഇന്നത്തെ ന്യൂജന്റെ കഥയല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് അച്ഛനെ പേടി? ആരാണ് അച്ഛനെ പേടിപ്പിച്ചത്? അമ്മ. കുഞ്ഞൊരു വികൃതി കാണിച്ചാൽ അച്ഛൻ വരും. യെസ്, അച്ഛൻ വരും, അച്ഛനൊന്ന് വരട്ടെ എന്നിട്ട് വേണം എന്ന് പറയും. കുട്ടി അതിനെ ഭൂതമെന്നാ മനസ്സിൽ രജിസ്റ്റർ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ഒരു ഭയമുണ്ടാകും. ഇതാ സംഭവിക്കുന്നത്. ഇനിയുമുണ്ട്, അത് സാരില്ല, അത് പോട്ടെന്ന് വെക്കാം. ഇനിയുമുണ്ട് സ്റ്റേജ് ഫിയർ, വേദികളിൽ കയറാനുള്ള ഭയം. നല്ല അറിവുണ്ട്, നല്ല ലോകപരിചയമുണ്ട്, ആധികാരികമായിട്ടുള്ള സ്ഥാനമാനങ്ങളുണ്ട്, നാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്, പക്ഷെ സ്റ്റേജിൽ കയറാൻ ഇച്ചിരി പാടാ. അതിൻ്റെ ഒരു മൈക്രോ തലമാണ്, അതിൻ്റെ ഒരു ചെറിയ തലമാണ് പലരും ഇവിടെ ക്യാമറ ഓൺ ചെയ്യാതിരിക്കുന്നത്. ചിലർ ക്യാമറയിൽ ടെക്നിക്കൽ ഇഷ്യൂ പറഞ്ഞു. എക്സാക്ട്ലി അത് തന്നെയാണ് സ്റ്റേജ് ഫിയറിൻ്റെ ഒരു മൈക്രോ വെർഷൻ തന്നെയാണ് ക്യാമറ ഓൺ ചെയ്യാത്തത്. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ക്യാമറ ഓൺ ചെയ്യാൻ ഞാൻ പറയുന്നതിൻ്റെ ഒരു കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റേജ് ഫിയർ? എന്തുകൊണ്ട്? അതിൻ്റെയും കാരണം ഇത്രയേ ഉള്ളൂ. പണ്ട് 4 വയസ്സ് ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ 5 6 വയസ്സായിരുന്ന സമയത്ത് ഒരു പാട്ട് പഠിച്ച് പാടാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറി. അന്നത്തെ പ്രായത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് 2 വരി പാടാൻ പറ്റി. 3-ാമത്തെ വരിക്ക് ശബ്ദം വന്നില്ല, കാറ്റേ വന്നുള്ളൂ. അപ്പോൾ ഇവൻ സ്റ്റേജിൽ നിന്ന് പരിഭ്രമിച്ചിറങ്ങി വരുമ്പോൾ സഹപാഠികളോ അന്നത്തെ അധ്യാപകയോ ആരോ ഒരാൾ അവനെ ഒന്ന് കളിയാക്കി. എന്തൊക്കെ കളിയാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതും ഒരുപക്ഷെ നിങ്ങളുടെ നിർദ്ദേശങ്ങളായിട്ട് കയറും. അപ്പോൾ അവൻ്റെ സബ് കോൺഷ്യസ് അവിടെ എഴുതി വെച്ചു, എന്നെ കൊണ്ടൊരു 10 പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റില്ല എന്നവൻ്റെ സബ് കോൺഷ്യസ് എഴുതി വെച്ചു. അത് ഓക്കെ. അല്ല, മൈക്ക് ക്യാമറ ഓൺ ആകാത്ത പോട്ടെ, സാറില്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നോക്കിയാൽ മതി. ഈ വെബിനാറിന് പോട്ടെ, മിക്കവാറും വെബിനാറുകളിൽ പലരുടെയും കഥയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ, പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഉദാഹരണത്തെ മുൻനിർത്തിയിട്ട്. അപ്പോൾ അവിടെ സബ് കോൺഷ്യസ് എഴുതി വെച്ചു എന്ത്? ഈ സംഗതി. ഇനി സിംപിളി വേറെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞാനിവിടെ പല കാര്യങ്ങളും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളോട് പറയാൻ പറയുന്നുണ്ട്. പക്ഷെ എത്ര പേര് ശബ്ദം ഉയർത്തി പറയുന്നുണ്ട്? ക്യാമറ ഓണാകത്ത പോട്ടെ, എത്ര പേര് പറയാൻ ശ്രമിക്കുന്നുണ്ട്? കാരണം എന്താ? നേരത്തെ പറഞ്ഞ പോലെ പൊതുവേദിയിൽ സംസാരിക്കാനുള്ള ഒരു അസ്വസ്ഥതയുടെ മൈക്രോ വെർഷനാണ് ഇവിടെ കാണുന്നത്. എക്സാക്ട്ലി. എന്ന് വെച്ചാൽ എല്ലാവരും കലവിൽ ശബ്ദം ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതാ. ഇത് ബ്രെയിനിൽ എവിടേക്കോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റേജ് ഫിയർ. ഇനിയുമുണ്ട് ഗംഭീരമായിട്ടുള്ള മറ്റൊരു പേടി, പരീക്ഷാ പേടി, എക്സാം ഫിയർ. എന്തിനാണ് ഒരു ശരാശരി വ്യക്തി പരീക്ഷയെ പേടിക്കുന്നത്? പരീക്ഷ ആരെങ്കിലും പിടിച്ച് കടിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്താ സംഭവിച്ചത്? ഈ പറയുന്ന ചെറിയ പ്രായത്തിൽ, ചെറിയ കാലഘട്ടത്തിൽ 2-ാം ക്ലാസ്സിലോ 3-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരല്പസമയം കൂടുതൽ കിടന്നുറങ്ങിയപ്പോൾ അച്ഛന് അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ആരോ ഒരാൾ പറഞ്ഞു പരീക്ഷയാണ് വരാൻ പോകുന്നത്, എണീറ്റ് പഠിക്കുകയെന്ന്. കുട്ടിക്ക് അറിയില്ല അന്ന് പരീക്ഷയുടെ പ്രസക്തി. 6 വയസ്സുകാരന് അറിയില്ല, അല്ലെങ്കിൽ 6 വയസ്സുകാരിക്ക് അറിയില്ല. അപ്പം പരീക്ഷയാണ് വരാൻ പോകുന്നത്, വേഗം വന്നു നേട്ട് എന്തോ പേടിക്കേണ്ട സാധനമാണ് പരീക്ഷ എന്നിവിടെ തെളിഞ്ഞു വന്നു. ഇതാ സംഭവിക്കുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ അല്പസമയം കൂടുതൽ കളിച്ചപ്പോൾ അധ്യാപകനോ അധ്യാപികയോ സഹപാഠികളോ ആരോ പറഞ്ഞു പരീക്ഷ വരാൻ പോകുന്നത്, കളിയൊക്കെ കുറച്ച് കുറച്ച് വെക്കണം. അവിടെയും സബ് കോൺഷ്യസ് എഴുതിയത് ഇങ്ങനെയാണ്, എന്തോ ഭയങ്കര സാധനമാണ്, ഭയങ്കര ഭീകരനാണ് പരീക്ഷ എന്ന് എഴുതി വെച്ചു. എന്താ അതിൻ്റെ പരിണിത ഫലം? എന്താ? നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോയ കാര്യങ്ങൾ പോലും ആൻസർ ഷീറ്റിൽ എഴുതാൻ നിങ്ങൾക്ക് കിട്ടിയില്ല. കാരണം ഈ പറയുന്ന വിധത്തിലുള്ള ചിന്തകൾ നിങ്ങളിൽ അസാധാരണമായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളെയും മാനസിക സംഘർഷങ്ങളെയും സൃഷ്ടിച്ചു. അതാ അത് വളരെ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ചില സവിശേഷതകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് ആവശ്യമെങ്കിൽ മറ്റൊരു വേദിയിൽ ഡിസ്കസ് ചെയ്യാം. ഭയം എന്ന് പറയുന്ന ഒരു വൈകാരിക ഭാവത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചു. ഭയം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കഴിഞ്ഞൊരു വെബിനാറിൽ നമ്മൾ പറഞ്ഞു, ഓടി രക്ഷപ്പെടാൻ നോക്കും. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഒന്നുകിൽ പൊരുതാൻ നോക്കും, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ നോക്കും. ഇത് രണ്ട് സംഭവിക്കണമെങ്കിലും, ഓടി രക്ഷപ്പെടണമെങ്കിലും ശരി, പൊരുതണമെങ്കിലും ശരി, കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടണം. അത് ബ്രെയിൻ അങ്ങോട്ട് ഉൽപ്പാദിപ്പിക്കും. ഈ കോർട്ടിസോള് സ്ട്രെസ്സിലേക്ക് നയിക്കും, മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കും. പെട്ടെന്ന് ആക്റ്റീവ് ആകാനുള്ള ഒരു പരിപാടിയാണ്, പക്ഷെ അത് സ്ട്രെസ്സിലേക്ക് നയിക്കും. എക്സാം ഹാളിൽ കയറുമ്പോൾ സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണം ഇതാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം ഭയം. ഈ ഭയമുണ്ടാക്കിയതാരാ? കുട്ടിക്കാലങ്ങളിൽ കിട്ടിയ നിർദ്ദേശങ്ങൾ. എൻ്റെ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അന്നാണ് സംഭവിച്ചിരിക്കുന്നത് എങ്കിലും കാലം എത്ര കഴിഞ്ഞാലും പ്രായം എത്രയൊക്കെ ആയാലും ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കില്ല മെജോറിറ്റിയുടെ കാര്യത്തിൽ. അല്ലെങ്കിൽ ഇതിൽ തിരുത്തൽ വരണം. ജീവിതയാത്രയുടെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഇതിൽ തിരുത്തൽ വരണം. ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അധ്യാപകർ സഹപാഠികൾ ആരെങ്കിലും ഇതിലൊരു തിരുത്തൽ കൊടുത്താൽ, അല്ലെങ്കിൽ അവൻ വായിച്ച ഒരു കഥ, അല്ലെങ്കിൽ കേട്ട ഒരു പ്രഭാഷണം, അല്ലെങ്കിൽ കണ്ട ഒരു സിനിമ, അതിലൂടെ ഒരു തിരുത്തൽ വന്നു കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെട്ടു പോകും. അതല്ലെങ്കിൽ ഈ സംഗതി സാധാരണഗതിയിൽ അവിടെ നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനിയുമുണ്ട് ഇരുട്ടിനെ പേടി. ഇരുട്ടിനെ പേടി ഇതും കുറേ അധികം വ്യക്തികൾക്കുള്ള, ഭൂരിഭാഗമൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നത് കേട്ടോ. കുറേ അധികം പേർക്കുള്ളതാണ് ഇരുട്ടിനെ പേടി. ഇരുട്ടിനെ പേടി. ഇരുട്ടിൽ എന്തായാലും നമ്മൾ ഡിസ്കംഫർട്ടുള്ള ആൾക്കാരാണ്. വെളിച്ചത്തിലിരിക്കുന്ന അത്ര സുഖമൊന്നും ഉണ്ടാവില്ല പലർക്കും ഇരുട്ടിലകപ്പെട്ടു പോയാൽ, അതും അപരിചിതമായിട്ടുള്ള ഒരിടത്ത്. ഒരു പബ്ലിക് പ്ലേസിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോവുകയാണ്, ഇരുട്ട് വരികയാണ്. പെട്ടെന്ന് തന്നെ പലരുടെയും ഉള്ളിൽ നിന്ന് അസ്വസ്ഥത നിറഞ്ഞൊരു ശബ്ദം ഇങ്ങനെ പുറത്തു വരും. ശരിയല്ലേ? അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ, പണ്ട് ഈ 4 വയസ്സുകാരൻ അല്ലെങ്കിൽ 2 വയസ്സുകാരനോ 3 വയസ്സുകാരനോ സന്ധ്യയ്ക്ക് ഇരുട്ടിലേക്ക് ഓടി കളിച്ചപ്പോൾ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ആരൊക്കെയോ പറഞ്ഞു കൊടുത്തു, ഇരുട്ടിൽ മറ്റേ സാധനം ഇരിക്കുന്നുണ്ടെന്ന്. ആ സാധനത്തിൻ്റെ പേര് ദേശങ്ങൾക്കനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്, ഇല്ലേ? ആ സംഗതി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവൻ ഭയന്നു പോയി. അപ്പം ഇരുട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ കണക്റ്റായിരിക്കുന്നത് ഈ പറഞ്ഞ പേടിപ്പെടുത്തുന്ന എന്തോ ഒന്നുമായിട്ടാണ്. അപ്പം ഇതിലെല്ലാം മാറ്റം വരുത്താത്തിടത്തോളം കാലം, അല്ലെങ്കിൽ മാറ്റം വരാത്തിടത്തോളം കാലം ഈ പറയുന്ന അസ്വസ്ഥതകൾ വ്യക്തികളിൽ നിലനിൽക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അതുപോലെ പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ഇതെല്ലാം വ്യക്തികളിൽ നിലനിൽക്കും. ഇതിൽ മാറ്റം വരാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്താൻ വേണ്ടിയുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മാർഗമാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു, ഹിപ്നോസിസിന് പല വിധത്തിൽ നമുക്ക് വിധേയമാകാം. അതിൽ ഒരു മാർഗമാണ് സെൽഫ് ഹിപ്നോസിസ്. അപ്പോൾ ഹിപ്നോസിസിന് പല വിധത്തിൽ വിധേയമാകാമെന്ന് പറഞ്ഞു. അതിൽ ഒന്ന് പറഞ്ഞു, ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ നിർദ്ദേശങ്ങളിലൂടെ നമുക്ക് ഹിപ്നോസിസിന് വിധേയമാകാം, അല്ലെങ്കിൽ സെൽഫ് ഹിപ്നോസിസിലൂടെ വിധേയമാകാം. അപ്പോൾ ഹിപ്നോട്ടിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഹിപ്നോസിസിന് വിധേയമാക്കുന്ന സമയത്ത് കൂടുതൽ ആഴത്തിൽ പോകാൻ പറ്റും. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ ഇതുപോലെയുള്ള അസ്വസ്ഥതകളുടെ അടിസ്ഥാന കാരണങ്ങളെ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ ബോധതലത്തിൽ ഇല്ലാത്ത ശരിയായിട്ടുള്ള കാരണങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ടാകും. അതിന് ശരിക്കും ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ നിർദ്ദേശങ്ങളിൽ, അല്ലെങ്കിൽ ഹിപ്നോട്ടിസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഹിപ്നോസിസിന് വിധേയമായാൽ മാത്രമേ പറ്റൂ. അതല്ല, ലഘുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണ് എങ്കിൽ, ലഘുവായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ആണ് എങ്കിൽ സ്വയം ഹിപ്നോസിസിലൂടെ, അതായത് സെൽഫ് ഹിപ്നോസിസിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു ചെറിയ മുറിവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടത് ട്രീറ്റ് ചെയ്യുക. നമുക്കറിയാം, അതിൽ നിന്ന് വൃത്തിയാക്കണം, മെഡിസിൻ വെക്കണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക്, നമ്മൾ സ്വയം ചെയ്യും.
പക്ഷേ മുറിവിൻ്റെ ആഴം കുറച്ച് വലുതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ സമീപിക്കും. അതുപോലെ തന്നെ ഇവിടെയും താരതമ്യേന ലഘുവായിട്ടുള്ള മാനസിക വൈകാരിക അസ്വസ്ഥതകൾ നമുക്ക് സെൽഫ് ഹിപ്നോസിസിലൂടെ തന്നെ പരിഹരിക്കാം. അതല്ല, താരതമ്യേന കുറച്ചുകൂടി ഗൗരവമേറിയ കാര്യങ്ങളാണ് എങ്കിൽ നമുക്കൊരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ സേവനം ആവശ്യമാണ്. ഇനി ഇതുപോലെ തന്നെ ഒരു മാർഗം കൂടിയുണ്ട് കേട്ടോ. അതിന് ഗൈഡഡ് ഹിപ്നോസിസ് എന്നാണ് പറയുക. ഗൈഡഡ് ഹിപ്നോസിസ് അതായത് കൃത്യമായിട്ട് നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ, റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ സൗകര്യപൂർവ്വം കേൾക്കുന്നതിലൂടെ നമുക്ക് ഹിപ്നോസിസിന് വിധേയമാകാനും അതിലൂടെ മാറ്റങ്ങളെ കൊണ്ടുവരാനും പറ്റും. ഒരു ഉദാഹരണത്തിന്, ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കണം. ആത്മവിശ്വാസം കുറവുള്ള വ്യക്തിയാണ്, ആത്മവിശ്വാസം വർദ്ധിക്കണം. അതിനാണെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള ഗൈഡഡ് ഹിപ്നോസിസ് അവൈലബിൾ ആണ്. ഇതുപോലെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹിപ്നോസിസ് അവൈലബിൾ ആണ്. അത് നമ്മുടെ ഫോണിലോ മറ്റോ സേവ് ചെയ്തതിന് ശേഷം കംഫർട്ടബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഹെഡ്സെറ്റിലൂടെ കേട്ടുകൊണ്ട് ഹിപ്നോസിസിന് വിധേയമാകാം. അവിടെയും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിധത്തിൽ നമുക്ക് ഹിപ്നോസിസിന് വിധേയമാകാൻ സാധിക്കും. ഇനി നമുക്ക് സെൽഫ് ഹിപ്നോസിസിലേക്ക് തന്നെ വരാം. സെൽഫ് ഹിപ്നോസിസിലൂടെ നിങ്ങൾക്കൊരു കാര്യത്തിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് എന്ത് കാര്യത്തിലാണ് മാറ്റം വരേണ്ടത്, എന്നിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്. നിങ്ങളുടെ ധൈര്യമാണോ വർദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ആത്മവിശ്വാസമാണോ വർദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേജ് ഫിയർ ആണോ മാറേണ്ടത്, തുടങ്ങിയ കാര്യങ്ങളിൽ എന്ത് മാറ്റമാണ് വേണ്ടത് എന്ന് ആദ്യം തിരിച്ചറിയണം. 1. 2, ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങളിൽ മാറ്റം വരേണ്ടതായിട്ടുണ്ടാകും. സ്റ്റേജ് ഫിയർ ഉണ്ടാകും, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ചിലപ്പോൾ ഇരുട്ടിനെ പേടിയുണ്ടാകും, അതുപോലെ മറ്റേതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകൾ പരിഹരിക്കേണ്ടതുണ്ടാകും. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഒരേ സമയം പരിഹരിക്കാൻ തീരുമാനമെടുക്കരുത്. കാരണം അത് ഒരല്പം കൂടി സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്, അവൻ ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടുന്ന നിർദ്ദേശങ്ങൾ പെട്ടെന്ന് സ്വീകരിക്കും. ഇതിൻ്റെ എല്ലാം പിന്നിൽ കൃത്യമായിട്ടുള്ള തിയറട്ടിക്കൽ സൈഡ് ഉണ്ട് കേട്ടോ, അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്താണ്, പ്രധാനമായിട്ടും മാറ്റേണ്ടത് പ്രാധാന്യമേറിയ ഒരു കാര്യം നമ്മൾ എടുക്കുക. ഒരു ഉദാഹരണത്തിന് ആത്മവിശ്വാസം, അത് തന്നെയാണ് വേണ്ടതെന്നിരിക്കട്ടെ. ആത്മവിശ്വാസമാണ് വർദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. 1. 2, അതിന് ഉചിതമായിട്ടുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ഉചിതമായിട്ടുള്ള നിങ്ങൾക്കും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നിർദ്ദേശം തയ്യാറാക്കുക. അതെങ്ങനെയാണെന്നുള്ള പിന്നാലെ വരാം. ഒരു നിർദ്ദേശം തയ്യാറാക്കുക, കഴിയുന്നിടത്തോളം വളരെ ചെറുതായിട്ട്, ക്യാപ്സ്യൂൾ രൂപത്തിൽ, എന്നാൽ ആശയം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഒരു നിർദ്ദേശം തയ്യാറാക്കാം. അപ്പോൾ ഈ നിർദ്ദേശം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ തയ്യാറാക്കുന്ന നിർദ്ദേശത്തിൽ നിർബന്ധമായിട്ടും പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പാടുള്ളൂ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിനിൻ്റെ ഭാഷ ചിത്രങ്ങളും വികാരങ്ങളുമാണ് ബ്രെയിനിൻ്റെ ഭാഷ. കഴിഞ്ഞ ഒരു വെബിനാറിൽ അതിൻ്റെ വളരെ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കി. സോ ഇപ്പോൾ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. ചിത്രങ്ങളും വികാരങ്ങളുമാണ് ബ്രെയിനിൻ്റെ ഭാഷ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് നിർദ്ദേശം തയ്യാറാക്കണം. പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു പ്രത്യേക കാര്യത്തെ ഭയമാണ്, പേടിയാണ് എന്നിരിക്കട്ടെ, ഇരുട്ടിനെ പേടിയാണ് എന്നിരിക്കട്ടെ. അതിനൊരു ഒറ്റ സെൻറ്റൻസിൽ, ഒരു ചെറിയ സെൻറ്റൻസിൽ എങ്ങനെയായിരിക്കും നിങ്ങളൊരു നിർദ്ദേശം തയ്യാറാക്കുന്നത്? ഒന്ന് പറയാമോ? ആരെങ്കിലും ഒക്കെ ഒന്ന് പറയൂ, കേൾക്കട്ടെ. പറയൂ, മൈക്ക് അൺമ്യൂട്ട്. പറയൂ. വെളിച്ചത്തിലേക്ക് എത്താൻ സഹായിക്കാം. അല്ല, വെളിച്ചത്തിലേക്ക് എത്താൻ സഹായിക്കുമെന്ന് പോരാ. അത് ഓക്കെ, താങ്കൾ അത് പറഞ്ഞത് നന്നായി. കാരണം എന്താന്ന് പറഞ്ഞാൽ,
നമുക്ക് ആശയം വളരെ വ്യക്തമായിരിക്കണം. ക്യാപ്സ്യൂൾ രൂപത്തിൽ വളരെ കൃത്യമായിട്ട് ബ്രെയിനിന് മനസ്സിലാവണം. ആ വിധത്തിലായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ അത് പോരാ, അത് പോരാ. അതിലേക്ക് വരാം കേട്ടോ. ഇതുപോലെയുള്ള കാര്യങ്ങൾ കിട്ടണം. എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. കാര്യകാരണ സഹിതം എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതാണ്. പറയൂ, എന്താണ്? ഇരുട്ടിലൂടെ എനിക്ക് അതിജീവിക്കാൻ കഴിയുന്നതിലേക്ക് നന്ദി. ഇരുട്ടിനെ അതിജീവിക്കാൻ കഴിയുന്നതിന് നന്ദി. നന്ദി. ഓക്കെ, ഫൈൻ. ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിലേക്ക് ഞാൻ വരാം. ഇത് തെറ്റല്ല, ഈ സജഷൻ ഓക്കെ, കംഫർട്ടബിൾ ആണ്. ബട്ട് മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ ആവശ്യമില്ലാത്ത മൈക്കുകളൊന്നും മ്യൂട്ടാക്കി വെക്കണേ. നമ്മൾ സാധാരണഗതിയിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ചേർത്ത് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനിലെ അഫർമേഷൻ്റെ കൂട്ടത്തിലാണ്. അഫർമേഷൻ ഇവിടെ ഹിപ്നോസിസിൽ അഫർമേഷൻ്റെ കൂട്ടത്തിലല്ല വരുന്നത്, ഓട്ടോ സജഷൻ ആയിട്ടാണ്. ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം നമുക്ക് തന്നെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന വിധത്തിലാണ് ഇത് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചേർത്ത് പറയുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് സജഷൻ കുറച്ച് ലെങ്തി ആയി പോകും. ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇരുട്ടിൽ നിൽക്കാനുള്ള എന്റെ ധൈര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എൻ്റെ ധൈര്യം, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത്, സാറ് പറഞ്ഞത് ഒറ്റ കാര്യമാണ്. അതായത് ഇത്രയേ ഉള്ളൂ, ഇരുട്ടിനോടുള്ള ഭയം മാറുന്നു, ഇരുട്ടിനോടുള്ള പേടി മാറുന്നു എന്നുള്ളതല്ല. ഇവിടെ രണ്ട് കാര്യമുണ്ട്. പേടി എന്നുള്ളൊരു വാക്ക് അല്ലെങ്കിൽ ഭയം എന്നുള്ളൊരു വാക്ക് കൊടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമേജ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വൈകാരിക ഭാവമായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ മീൻസ് ബ്രെയിനിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അതല്ല കൊടുക്കേണ്ടത്, മറിച്ച് അവിടെ നമുക്കുണ്ടാകേണ്ട പോസിറ്റീവായിട്ടുള്ള മാറ്റം, അതാണ് വരേണ്ടത്. അവിടെയാണ് ധൈര്യം. വെളിച്ചം ധൈര്യമാണ്. വെളിച്ചം ധൈര്യം തന്നെയാണ്, പക്ഷെ ഇരുട്ടിനെ മാറ്റണം. ഇരുട്ടിൽ നിങ്ങൾക്ക് ഇടപെടേണ്ടി വരില്ലേ? വെളിച്ചം നമുക്ക് ധൈര്യമാണ്, ഓൾറെഡി നമുക്ക് ധൈര്യമാണ്. അത് മാത്രമല്ല, നമുക്ക് ഇരുട്ടിനെ അതിജീവിക്കണം. ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലെങ്കിലും കടന്നു പോകേണ്ടതുണ്ടാകും. അങ്ങനെ കടന്നു പോകുന്ന സമയത്തും, ആവശ്യമില്ലാത്ത മൈക്കുകൾ ദയവായിട്ടൊന്ന് മ്യൂട്ടാക്കി വയ്ക്കൂ. അങ്ങനെ കടന്നു പോകേണ്ട സമയത്തും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ നിലനിൽക്കാൻ സാധിക്കണം. ധൈര്യപൂർവ്വം അവിടെ നിലനിൽക്കാൻ സാധിക്കണം. അപ്പോൾ ഈ വിധത്തിൽ നമുക്ക് നിർദ്ദേശം കൊടുക്കാൻ പറ്റും. ഏതിരുട്ടിലും അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും എനിക്ക് ധൈര്യപൂർവ്വം നിലനിൽക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് ധൈര്യപൂർവ്വം ഇടപെടുവാൻ സാധിക്കും തുടങ്ങിയ നിർദ്ദേശം കൊടുക്കാം. അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അവിടെ കൊടുക്കാം. ഇരുട്ടുള്ള സാഹചര്യങ്ങളിലും എനിക്ക് ധൈര്യപൂർവ്വം നിലനിൽക്കുവാൻ സാധിക്കും, എനിക്ക് ധൈര്യപൂർവ്വം ഇടപെടുവാൻ സാധിക്കും തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൊടുക്കാം. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് മാറ്റമാണോ വരുന്നത് അതിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ ധൈര്യത്തിനോടൊപ്പം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആത്മവിശ്വാസം. അതുപോലെ ചില മാറ്റങ്ങളോടൊപ്പം നമുക്ക് സന്തോഷം, സമാധാനം തുടങ്ങിയ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് വലിച്ചു വാരി കൊടുക്കരുത്, ഒന്നോ രണ്ടോ കാര്യങ്ങൾ. ഏതിരുട്ടിലും എനിക്ക് വളരെയധികം ധൈര്യത്തോടു കൂടി, വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി നിലനിൽക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഏതിരുട്ടിനെയും എനിക്ക് വളരെയധികം ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി അതിജീവിക്കുവാൻ സാധിക്കും തുടങ്ങിയ വിധത്തിൽ പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ തയ്യാറാക്കണം. അത് തയ്യാറാക്കണമെന്ന് പറയുമ്പോൾ വെറുതെ മനസ്സിൽ തയ്യാറാക്കിയാൽ പോരാ, അത് എഴുതണം. നിങ്ങളൊരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ അത് കൃത്യമായിട്ട് എഴുതണം. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം എഴുതണം. കാരണം പല പ്രാവശ്യം എഴുതണമെന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് കേട്ടോ. ആ കാരണങ്ങൾ കൂടി പറഞ്ഞുതരാം. നമ്മൾ പല പ്രാവശ്യം എഴുതുമ്പോൾ അത് തന്നെ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് പോകും. പണ്ട് നമ്മൾ എഴുതി തെറ്റിച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തെറ്റുവരുത്തിയിരിക്കുന്ന കാര്യങ്ങൾ പലതും ഇമ്പോസിഷൻ എഴുതിച്ചിട്ടില്ലേ? അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. അതൊരു പണിഷ്മെൻറ്റ് എന്നുള്ളതിനപ്പുറം അന്ന് നമ്മൾ അതിനൊരു പണിഷ്മെൻ്റ് ആയിട്ടാണ് എടുത്തത്, ഒരു ശിക്ഷയായിട്ടാണ് എടുത്തത്. പക്ഷെ ആ ശിക്ഷ എന്നുള്ളതിനപ്പുറം പല പ്രാവശ്യം നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസിൽ അത് സേവ് ആകും, അത് രേഖപ്പെടുത്തും. ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് വരേണ്ട മാറ്റത്തിന് ഒരു ചെറിയ ലളിതമായിട്ടുള്ള നിർദ്ദേശം തയ്യാറാക്കിയിട്ട് അത് എഴുതണം. അതിനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ, അതിലേക്ക് ഞാൻ വരാം. അത് പല പ്രാവശ്യം എഴുതി തയ്യാറാക്കണം. കഴിയുമെങ്കിൽ ഒരു 21 പ്രാവശ്യം 21 പ്രാവശ്യം അതിങ്ങനെ വരിയായിട്ട് എഴുതണം.
ഇതുപോലെ തന്നെ കുറച്ച് പ്രാവശ്യം വായിച്ചു നോക്കണം. ഒരേ കാര്യം തന്നെയാണ് നമ്മൾ വായിച്ചു നോക്കുന്നത്. അതിലൂടെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് അത് ഇറങ്ങും. അതിന് എന്തുകൊണ്ട് സബ് കോൺഷ്യസിലേക്ക് ഇറങ്ങണമെന്ന് ചോദിച്ചാൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, സബ് കോൺഷ്യസിലേക്ക് ഇത് രേഖപ്പെടുത്തപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകും. ഈ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതിന് കൃത്യമായിട്ടൊരു കാരണമുണ്ട് കേട്ടോ. അതും കൂടി പറഞ്ഞുതരാം. എങ്ങനെയാണ് സ്വഭാവം രൂപപ്പെടുന്നത് എന്നുകൂടി അറിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്നുകൂടി അറിഞ്ഞാലേ അവിടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അത് വളരെ ചെറിയൊരു ഇക്വേഷനുണ്ട്. അതായത് നമ്മുടെ മനസ്സിലൂടെ നിരന്തരം ആവർത്തിച്ച് കടന്നു പോകുന്ന ചിന്തകൾ ക്രമേണ വാക്കുകളായിട്ട് മാറും. ആവർത്തിച്ച് കടന്നു പോകുന്ന വാക്കുകൾ പ്രവൃത്തികളായിട്ട് മാറും. നിരന്തരം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശീലങ്ങളായിട്ട് മാറും. ശീലം സ്വഭാവമായിട്ട് മാറും. സ്വഭാവം വ്യക്തിത്വമായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവിടെ നമുക്ക് നേരിട്ട് മാറ്റം വരുത്താൻ പറ്റുന്നത് നമ്മുടെ ചിന്തകളിലാണ്. ആ ചിന്തകളിൽ മാറ്റം വരുത്തുകയാണ്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഈ ചെയ്യുന്നതെല്ലാം. മനസ്സിലായോ? നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതായാലും ശരി, എഴുതുന്നതാണെങ്കിലും ശരി, ഇതിലൂടെ എല്ലാം മാറ്റം വരുന്നത് നമ്മുടെ ചിന്തകളിലാണ്. അതിലൂടെ സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ആദ്യത്തെ ഘട്ടം, നമ്മൾക്ക് എവിടെയാണ് മാറ്റം വരേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. 2, അതിനുചിതമായിട്ടുള്ള ഒരു അഫർമേഷൻ നമ്മൾ തയ്യാറാക്കി, അല്ലെങ്കിൽ ഒരു ഓട്ടോ സജഷൻ നമ്മൾ തയ്യാറാക്കി. 3, നമ്മൾ അത് എഴുതി തയ്യാറാക്കി. കഴിഞ്ഞില്ല, നമ്മൾ പ്രൊസീജിയറിലേക്ക് കടന്നില്ല. അതുപോലെ ഇത്തരം കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രക്രിയയിലൂടെ, ഇങ്ങനെ ഒരു മാറ്റത്തിൽ നമ്മൾ തയ്യാറെടുക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കണം. ഒരു ഉദാഹരണത്തിന്, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ നിരന്തരം കളിയാക്കുന്ന, നിങ്ങളെ നിരന്തരം അവഹേളിക്കുന്ന വ്യക്തികളുണ്ടാകും. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും, അല്ലെങ്കിൽ അയൽക്കാരായിരിക്കും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉള്ള വ്യക്തികളായിരിക്കും. ഇവരൊക്കെ ചിലപ്പോൾ നിങ്ങളെ നിരന്തരം കളിയാക്കുകയോ അവഹേളിക്കുകയൊക്കെ ചെയ്യും, ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട്. അത്തരം വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കേണ്ടതുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ, അവരും നിങ്ങൾക്ക് തരുന്നത് ഇതേ നിർദ്ദേശങ്ങൾ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, വളരെ പ്രധാനപ്പെട്ടതുമാണ്. ചില ചെറിയ കുട്ടികളൊക്കെ ഉറക്കത്തിൽ യൂറിൻ പാസ് ചെയ്യുന്ന, അവരറിയാതെ മൂത്രമൊഴിച്ചു പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 1, 2 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. യാദർശികമായിട്ട് സംഭവിക്കാത്തവരായിട്ടാരാ ഉള്ളത്? സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ അത് പറഞ്ഞിട്ട് അവനെ നിരന്തരം കളിയാക്കുന്ന, അല്ലെങ്കിൽ ചില പ്രത്യേക പേര് അല്ലെങ്കിൽ ചില പ്രത്യേക പദപ്രയോഗങ്ങൾ നടത്തി അവഹേളിക്കുന്ന ആളുകളുണ്ടാകും, ഇല്ലേ? ചിലപ്പോൾ ബന്ധുക്കളുടെ കൂട്ടത്തിലും സുഹൃത്തുക്കളുടെ കൂട്ടത്തിലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇവൻ നിരന്തരം ഇത് തന്നെ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ അതിനുള്ള പ്രവണത അവിടെ വർദ്ധിക്കും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോളൂ. അവൻ 1, 2 പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ടാകും. പക്ഷെ അത് വെച്ചിട്ട് അവനെ നിരന്തരം കളിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇതേ കാര്യം അവൻ്റെ സബ് കോൺഷ്യസിലേക്ക് ആഴ്ന്നിറങ്ങും. പിന്നീടും അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെ ചില കാര്യങ്ങൾക്ക് കളിയാക്കുകയോ അവഹേളിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ അത്തരം വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്നറിയാമോ? അതും നിർദ്ദേശങ്ങളായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസിനെ ബാധിക്കും. ഇതാ സംഗതി. നമ്മളൊരു ചുവര് നല്ല ക്ലീൻ ആക്കാൻ ശ്രമിക്കുകയാണ്, വെള്ളം കൊണ്ടുവരുന്നു, അതിനെ വൈപ്പ് ചെയ്തെടുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഇതിനിടയ്ക്ക് വേറൊരാൾ കൊണ്ടുവന്ന് കുറച്ച് അഴുക്ക് തേച്ച് വെച്ചാലോ? നമ്മൾ ഈ ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതേ കാര്യം അവിടെയും സംഭവിക്കും. അതുകൊണ്ട് ആ വിധത്തിലുള്ള വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നുമെല്ലാം സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കണം. ഇത്രയും തയ്യാറെടുപ്പുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകണം. മനസ്സിലായോ? ഇനി എങ്ങനെയാണ് സെൽഫ് ഹിപ്നോസിസ് ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കൂ, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സാർ, ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, അതിന്റെ റൂട്ട് എന്താണെന്ന് കണ്ടുപിടിച്ചാലാണ് നല്ലതെന്ന്. അപ്പൊ സെൽഫ് ഹിപ്നോസിസിൽ അത് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല, സെൽഫ് ഹിപ്നോസിസിൽ റൂട്ടിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല.
കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് ഹിപ്നോസിസ് ചെയ്യുമ്പോഴും നമ്മുടെ ബോധത്തിൻ്റെ ഒരു തലം ഉണർന്ന് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും സബ് കോൺഷ്യസ് ഓപ്പൺ ആയി കിട്ടില്ല. അപ്പോൾ അത്തരം കാരണങ്ങൾ കണ്ടുപിടിക്കേണ്ട സാഹചര്യങ്ങളിൽ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ സേവനത്തെ ഉപയോഗപ്പെടുത്തുക മാത്രമേ മാർഗമുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓവർ റൈറ്റ് ചെയ്യുകയാണ് പലപ്പോഴും. ഇപ്പോൾ നമ്മളൊരു പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പെൻസിൽ കൊണ്ടോ പെന്ന് കൊണ്ടോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുതുന്നതിനിടയിൽ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു വാക്ക് നിങ്ങൾക്ക് തെറ്റിപ്പോയി, നമ്മളടുത്ത് ഇറേസർ ഇല്ല, അതിനെ മായ്ച്ചു കളയാൻ ഇറേസർ ഇല്ല, വെട്ടി എഴുതാനുള്ള സ്പേസും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സാക്ട്ലി, നമ്മൾ ഓവർ റൈറ്റ്, അതിൻ്റെ മുകളിൽ നല്ല തിക്കായിട്ട് എഴുതി പിടിപ്പിക്കും. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. മുൻപുണ്ടായിരുന്ന ഒരു രേഖപ്പെടുത്തലിൻ്റെ മുകളിൽ നമ്മൾ ഓവർ റൈറ്റ് ചെയ്യും, ശക്തമായിട്ട് എഴുതി പിടിപ്പിക്കും. ഇതാ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? ശരി. 21 പ്രാവശ്യം എഴുതുക എന്ന് പറയുന്നതേ ഒരു ദിവസം എഴുതിയാൽ മതിയോ? അത് ഒരു ദിവസം എഴുതിയാൽ മതി, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി, തുടക്കത്തിൽ ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഓക്കെ, ഗുഡ്. ഇതുപോലുള്ള സംശയങ്ങൾ വരട്ടെ, അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ചോദിക്കുന്ന ആൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ നിങ്ങളിത് ചെയ്തു തുടങ്ങുമ്പോഴായിരിക്കും, അയ്യോ 21 ദിവസം എഴുതണോ, അതോ ഒരു പ്രാവശ്യം എഴുതിയാൽ മതിയോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും എഴുതണോ തുടങ്ങിയ സംശയങ്ങൾ അന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ചോദിക്കും. സ്വഭാവം ശീലമായി മാറി, ശീലം പ്രവൃത്തികളായി. അതൊന്നും കൂടെ ഒന്ന് പറയാം. ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ചിന്തകള് വാക്കുകളായിട്ട് മാറും, ചിന്തകള് വാക്കുകളായിട്ട് മാറും, വാക്കുകൾ പ്രവൃത്തികളായിട്ടും, പ്രവൃത്തികൾ ശീലങ്ങളായിട്ടും, ശീലം സ്വഭാവമായിട്ടും, സ്വഭാവം വ്യക്തിത്വമായിട്ടും മാറും. അതാണ് അതിന്റെ പാറ്റേൺ. ഓക്കെ, ശരി, താങ്ക് യു. മറ്റെന്തെങ്കിലും? സാറേ, പറയൂ. നമ്മള് ഗൈഡഡ് ഹിപ്നോസിസും സെൽഫ് ഹിപ്നോസിസും ഇതിൽ ഏതായിരിക്കും ബെറ്റർ ആവുക എന്ന്? അതായത് ബെറ്റർ ഗൈഡഡ് ഹിപ്നോസിസ് തന്നെയാണ്, കാരണം കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ സാധിക്കും. പക്ഷെ അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്, ഇത് ഏറ്റവും നല്ലതേത് മോശമേത് അങ്ങനെയല്ല, അതിൻ്റെ പരിമിതി എന്ന് പറയും. എല്ലാത്തിനും സാധ്യതകളും പരിമിതികളും ഉണ്ട്. ഗൈഡഡ് ഹിപ്നോസിസിൻ്റെ പരിമിതി, ഇപ്പം നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടേത് മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു അസ്വസ്ഥതയിൽ പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു പക്ഷേ ഗൈഡഡ് ഹിപ്നോസിസ് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതല്ല എങ്കിൽ, കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്വയം റെക്കോർഡ് ചെയ്തിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് ചെയ്യാൻ അറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ സെൽഫ് ഹിപ്നോസിസ് മാത്രമേ ഉള്ളൂ പരിഹാരം. ക്ലിയർ ആയോ? ഒരു നിമിഷം, അത് ചോദിച്ച ആൾക്ക് അത് ക്ലിയർ ആയോ ഒന്ന് പറയൂ. ശരിയായി സാർ, ക്ലിയർ ആയി. താങ്ക് യു. ചോദിച്ചോളൂ സാറേ. സെൽഫ് ചെയ്യുമ്പോ സബ് കോൺഷ്യസ് ഫുള്ളി ഓഫ് ആകത്തില്ലെങ്കിൽ നമ്മൾ അത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും സാറേ? സെൽഫ് ഹിപ്നോസിസ് ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ് പൂർണ്ണമായി അല്ല, കോൺഷ്യസ് ഒന്നും കൂടി ചോദിക്കും. സെൽഫ് ഹിപ്നോസിസ് ചെയ്യുമ്പോൾ കോൺഷ്യസ് പൂർണ്ണമായും ഓഫ് ആകുന്നില്ലെങ്കിൽ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. കോൺഷ്യസ് പൂർണ്ണമായിട്ടും ഓഫ് ആകാത്തത് കൊണ്ടാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, സ്വയം മാനേജ് ചെയ്യാൻ പറ്റുന്നത്. പൂർണ്ണമായിട്ടും ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്വയം മാനേജ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? പൂർണ്ണമായിട്ടും ഓഫ് ആകാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് സ്വയം മാനേജ് ചെയ്യാൻ പറ്റുന്നത്. മാനേജ് ചെയ്യാൻ പറ്റുന്നതും നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്നതും. ഹിപ്നോസിസിലും അങ്ങനെ തന്നെ അല്ല, ഒരു വ്യക്തി നമ്മളെ അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിസ്റ്റ് ഹിപ്നോസിസിന് വിധേയമാക്കുന്ന സമയത്ത് ഒരു പ്രത്യേക പരിധി കഴിഞ്ഞാൽ കോൺഷ്യസ് ഓഫ് ആകും. ഓഫ് ആയിക്കൊള്ളുന്ന നിർബന്ധമില്ല, വേണമെങ്കിൽ ഓഫ് മീൻസ് ആ വാക്ക് പ്രോപ്പർ അല്ല എങ്കിലും പറയുക. മനസ്സിലായോ? കോൺഷ്യസിനെ മറികടക്കാൻ പറ്റും, പൂർണ്ണമായിട്ടും സബ് കോൺഷ്യസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ നിയന്ത്രണം ഏകദേശം ഹിപ്നോട്ടിസ്റ്റ് തന്നെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം വരും. നമ്മളൊരു സർജറിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് സ്വയം അറിയില്ലല്ലോ, അല്ലേ? പൂർണ്ണമായിട്ടും ഡോക്ടറുടെ കയ്യിലല്ലേ നിയന്ത്രണം. അത്രേ ഉള്ളൂ. ക്ലിയർ? ശരി, താങ്ക് യു. അതുപോലെ തന്നെ പറയൂ. പറഞ്ഞോളൂ. മടി മാറുന്നതിന് സെൽഫ് ഹിപ്നോസിസ് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? മടി മാറുന്നതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നമ്മളൊരു പ്രത്യേക കാര്യത്തിന് പുറപ്പെടുമ്പോൾ ഞാൻ എന്തിനത് ചെയ്യണം എന്നുള്ളടുത്ത് നിഷേധിക്കാനാകാത്ത കാരണങ്ങളെ കണ്ടെത്തേണ്ടതുണ്ട്.
നിഷേധിക്കാനാകാത്ത കാരണങ്ങളെന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ വെബിനാറിലും സൂചിപ്പിച്ചതാണ്, എങ്കിലും ചോദിച്ചതുകൊണ്ട് മാത്രം നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഉദാഹരണത്തിന് നാളെ രാവിലെ 5 മണിക്ക് ഉണരണം. നമ്മൾ അലാം വെച്ചിട്ട് കിടക്കുകയാണ്. 5 മണിക്ക് അലാം ശബ്ദമുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സ്വയം തന്നെ ഒരു തീരുമാനത്തിലെത്തും, ഇന്നലെ രാത്രി കുറേ വൈകിയാണ് കിടന്നത്, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഇന്ന് കൂടി ഇങ്ങനെ പോട്ടെ. അല്ലെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ചയില്ലേ, അത്ര നല്ല ദിവസമല്ല, അത് ഞാൻ ഇന്നലെ ഓർത്തില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, മൺഡേ മുതൽ തുടങ്ങാം, അല്ലെങ്കിൽ മറ്റൊരു ദിവസം മുതൽ തുടങ്ങാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് 31st അല്ലേ, നമുക്ക് എന്തായാലും നല്ലൊരു കാര്യമില്ലേ, 1-ാം തീയതി മുതൽ തുടങ്ങാം. ഇങ്ങനെ പല വിധത്തിലുള്ള കാരണങ്ങളെ കണ്ടെത്തി നമ്മളത് മാറ്റിവെക്കും. ഇതാണ് മടി, റൈറ്റ്? പക്ഷെ അവിടെ ആദ്യം ചെയ്യേണ്ടത് നിഷേധിക്കാനാകാത്ത മിനിമം 10 കാരണങ്ങളെ നമ്മൾ സ്വയം കണ്ടെത്തണം. രാവിലെ അലാം അടിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന, അതിനെ അതിജീവിക്കാൻ പറ്റുന്ന ഉത്തരങ്ങൾ, ശക്തവും വ്യക്തവുമായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാകണം. അപ്പം നമുക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കും. പലപ്പോഴും പലരും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കാരണങ്ങളൊന്നും കണ്ടെത്തില്ല. ചിലപ്പോൾ ഈ വെബിനാർ കണ്ടതിൻ്റെ ഒരു ഇൻസ്പിറേഷനിൽ നിങ്ങൾ നാളെ മുതൽ എണീക്കാമെന്ന് വിചാരിക്കും, പക്ഷെ മറ്റേ പുള്ളി അതിനെ സമ്മതിക്കില്ല. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ശക്തമായിട്ടുള്ള കാര്യകാരണങ്ങളെ കണ്ടെത്തിയിട്ടാണ് ഉണരാൻ വിചാരിക്കുന്നത്, അലാം വെക്കുന്നതെങ്കിൽ ഉണരാൻ സാധിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ മടി ഹിപ്നോസിസിലൂടെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷെ അതിൻ്റെ മുന്നോടിയായിട്ട് ഈ കാര്യങ്ങൾ കൂടി ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. സാർ അതുപോലെ തന്നെ നമ്മുടെ ഈ ബേസിക് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെതായ ഒരു സീക്വൻസ് ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ, അതായത് ചിന്ത, വാക്ക്, പ്രവൃത്തി, സ്വഭാവം. അതെ. അപ്പൊ അതിന്റെ ഒരു ബേസിക് ആയിട്ട് വരുന്നത് ചിന്തയാണല്ലോ സാർ, നമ്മുടെ തോട്ട്സ്, നമ്മുടെ വിചാരങ്ങൾ. അതെ. അപ്പൊ ഇത് വന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് നമുക്ക് നല്ലൊരു വ്യക്തിത്വത്തിലോട്ട് റിഫ്ലക്ട് അതെ, ഈ ചിന്തകളെയാണ് നമ്മൾ മാറ്റിയെടുക്കുന്നത്. ഈ ചിന്തകളെയാണ് ഹിപ്നോസിസിലൂടെ മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ശരി സാർ. അപ്പൊ ഈ നല്ല ചിന്തകൾ മാത്രം നമ്മളിലേക്ക് വരാൻ വേണ്ടി നമുക്ക് എന്ത് ശീലത്തിലാണ് അല്ലെങ്കിൽ എന്ത് സ്വഭാവത്തിലാണോ മാറ്റം വരുത്തേണ്ടത് അതിന് ആനുപാതികമായ വിധത്തിൽ ഒരു ഇൻപുട്ടായിട്ടാണ് ഉചിതമായിട്ടുള്ള സജഷൻസ് കൊടുത്ത് അത് ചിന്തകളായിട്ടും പ്രവൃത്തികളായിട്ടും ഒക്കെ മാറ്റിയെടുക്കുന്നത്. ശരി സാർ. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ തോട്ട് ചെയ്യുമ്പോഴും അതിനകത്ത് നെഗറ്റീവായിട്ടൊന്നും വരാനും പാടില്ല. ഇല്ല, വരാൻ പാടില്ല. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ശരി. താങ്ക് യു സാർ. താങ്ക് യു. മറ്റെന്തെങ്കിലും? ശരി, നമുക്കിനി സംശയങ്ങൾ ചോദിക്കാൻ ഒരു ഘട്ടം കൂടി തരാം. അതിനു മുമ്പ് 2 കാര്യങ്ങൾ. ഒന്ന്, ഈ വരുന്ന സൺഡേ, അതായത് മറ്റന്നാൾ, ഇന്ന് ഫ്രൈഡേ ഇല്ലേ, സാറ്റർഡേ കഴിഞ്ഞ് സൺഡേ തൃശ്ശൂരിൽ ഒരു മെഡിറ്റേഷൻ ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അമൃതം ഗമയ എന്നുള്ള പേരിലാണ്. അത് സയൻസും സൈക്കോളജിയും സ്പിരിച്വാലിറ്റിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് അമൃതം ഗമയ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ ഞാൻ കോർഡിനേറ്ററുടെ നമ്പർ തരാം, അത് ഒന്ന് നോട്ട് ചെയ്തോളൂ, ഒന്ന് എഴുതി വെച്ചോളൂ. 7510164997 7510164997 ഈ നമ്പറിൽ വിളിച്ചിട്ട്, ഒരു 2-3 സീറ്റുകൾ കൂടി ഉണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ വിളിച്ചിട്ട് രജിസ്ട്രേഷൻ എടുത്തോളൂ. 1. 2, വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഹിപ്നോസിസ് പഠിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് ഹിപ്നോസിസ് എന്ന് പറയുന്ന മേഖലയിൽ ഹിപ്നോസിസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വിജയത്തിന് ആധാരമായിരിക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. അപ്പോൾ ഈ നിർദ്ദേശങ്ങളെ വളരെ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിച്ചാൽ വ്യക്തികളിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ പറ്റും. അപ്പം നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും ശരി, ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ തുടക്കക്കാരിയാണെങ്കിലും ശരി, ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ട്. അത് ഈ അടുത്ത് ജസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രീ പബ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്.
വളരെ ഗംഭീരമായിട്ടുള്ള വിധത്തിൽ എങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കണം, വ്യക്തികൾക്കനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചും ഈ നിർദ്ദേശങ്ങളിൽ എങ്ങനെ മാറ്റം വരുത്തണം, അതായത് വ്യക്തികളുടെ പ്രായം, അതുപോലെ അവരുടെ അക്കാഡമിക് തലം, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവർ ചെയ്യുന്ന ജോലി, അവരുടെ ജീവിത നിലവാരം, ഇതിനെല്ലാം അനുസരിച്ചിട്ട് അവിടെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടാകും, നിർദ്ദേശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടാകും. ഇത്തരം മാറ്റങ്ങളെക്കുറിച്ചും അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ചും ഉചിതമായ കേസ് ഹിസ്റ്ററികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഉചിതമായിട്ടുള്ള യഥാർത്ഥ കേസ് ഹിസ്റ്ററികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗംഭീരമായിട്ടുള്ള പുസ്തകമാണ് പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. പൂർണ്ണമായിട്ടും മലയാളത്തിൽ തന്നെയാണ്. ഒരുപാട് കാലത്തെ അനുഭവപരിചയം കൂടി മുൻനിർത്തിയിട്ട്, അനുഭവപരിചയത്തിൻ്റെ അതിലൂടെ നേടിയിട്ടുള്ള അറിവുകളും വിവരങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ ദീർഘകാലത്തെ ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് ഈ പുസ്തകം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ് എന്നാണ് പേര്. കുറച്ച് വിലയുള്ള പുസ്തകം തന്നെയാണ്. ഏകദേശം ഒരു 1200 രൂപ അതിന് വില വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് പ്രീ പബ്ലിക്കേഷൻ ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഒരു തുടക്കം എന്നുള്ള വിധത്തിൽ വേറെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ നമുക്ക് ഡിജിറ്റലായിട്ടുള്ള ഒരു ഔപചാരിക ഉദ്ഘാടനമെന്നോ എന്താണ്, ഔപചാരികമായിട്ടുള്ള പ്രകാശനം നടത്താം. ശ്രീമതി ബിന്ദു ടീച്ചർ ഞാൻ പരിചയപ്പെടുത്താം. ടീച്ചർ ഒന്ന് ഓൺലൈനിൽ വരാമോ? മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, ശരി. ഒന്ന് സംസാരിക്കാമോ? കാണട്ടെ. മൈക്ക് അൺമ്യൂട്ടാണോ? മൈക്ക് കേൾക്കുന്നില്ല. ഞാൻ ഒരു നിമിഷം. ശരി, ബിന്ദു ടീച്ചർ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബിന്ദു ടീച്ചർ എൻ്റെ എഡിറ്റിംഗ് ജോലികളിൽ കുറേയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് കോപ്പി ഓൾറെഡി ബിന്ദു ടീച്ചറിന് കൊടുത്തിട്ടുണ്ട്. കൊല്ലമല്ല, കഴക്കൂട്ടമാണ് ടീച്ചറിൻ്റെ സ്വദേശം. ആ പുസ്തകം ഒന്ന് കാണിക്കാമോ? കയ്യിലുണ്ടോ? ഒന്ന് കാണിക്കാമോ? ശരി, ഇതാണ് പുസ്തകം. പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ് എന്നാണ് അതിൻ്റെ പേര്. പിൻഭാഗം കൂടി ഒന്ന് കാണിക്കാമോ? ശരി, ഇതാണ് പിൻഭാഗം വരുന്നത്. ഏകദേശം 148 പേജുകളുണ്ട്. വളരെ ലളിതമായിട്ട് ഏതൊരു നിലവാരത്തിലുള്ള വ്യക്തികൾക്കും ഭംഗിയായിട്ട് മനസ്സിലാകുന്ന വിധത്തിൽ തന്നെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ. 25-ാം തീയതി വരെ പ്രീ പബ്ലിക്കേഷൻ ഓഫർ നിങ്ങൾക്ക് കിട്ടും. അതുവരെ 599 രൂപയ്ക്ക് പോസ്റ്റൽ ചാർജ് അടക്കം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പുസ്തകം വേണം എന്നുള്ളവർ ഞാൻ നമ്പർ തരാം, അതിൻ്റെ കോർഡിനേറ്ററുടെ നമ്പർ തരാം. അതിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യൂ. നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. 7510164997 7510164997. ബിന്ദു ടീച്ചറുടെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, മൈക്ക് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല? ഇല്ല, വർക്ക് ചെയ്യുന്നില്ല അല്ലേ? ഓക്കെ, സാറില്ല. ശരി, ഓക്കെ, ശരി. അപ്പോൾ പുസ്തകം വേണ്ടവർ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് കിട്ടും. ബട്ട് 25th വരെ മാത്രമേ ഈ ഓഫറിൽ അവൈലബിൾ ആകൂ. അതിനുശേഷമാണെങ്കിൽ അതിൻ്റെ ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ വാങ്ങേണ്ടതുണ്ടാകും. അത് ബുക്ക് സ്റ്റാളുകളിൽ അവൈലബിൾ അല്ല. തൽക്കാലം ഇപ്പോൾ ബുക്ക് സ്റ്റാളുകളിൽ കൊടുക്കേണ്ടെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ട്രെയിനിങ്ങുകളുടെ ഭാഗമായിട്ട് മാത്രമാണ് കൊടുക്കുന്നത്. സോ താല്പര്യമുള്ളവർ വാങ്ങിക്കോളൂ. ശരി, ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് എന്താണ് ഹിപ്നോസിസ്, എന്താണ് സെൽഫ് ഹിപ്നോസിസ്, എന്തിനാണ് സെൽഫ് ഹിപ്നോസിസ് ചെയ്യുന്നത്, സെൽഫ് ഹിപ്നോസിസിലൂടെ ഒരു വ്യക്തിയിൽ ഏതെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ സാധിക്കും, എങ്ങനെയാണ് ഈ വിധത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് തുടങ്ങിയ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് സെൽഫ് ഹിപ്നോസിസ് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് വരാം. സെൽഫ് ഹിപ്നോസിസ് ആർക്ക് വേണം എന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങളുടെ ഞാൻ ഈ പറഞ്ഞ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യൂ. എനിക്കിപ്പോൾ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. 7510164997. ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ.
7510164997. വെരി ഗുഡ്. താങ്ക് യു. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ് കൊടുത്തോളൂ. നിങ്ങൾക്ക് പുസ്തകം വേണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കൊടുത്തോളൂ. മറ്റു ഡീറ്റെയിൽസും GP നമ്പറും എല്ലാം അതിൽ വരും കേട്ടോ. ശരി, താങ്ക് യു. അതുപോലെ അമൃതംഗമയ എന്നുള്ള മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇതേ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ശരി, ഇനി എങ്ങനെയാണ് സെൽഫ് ഹിപ്നോസിസ് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് വരാം. ഒന്ന്, സെൽഫ് ഹിപ്നോസിസ് ചെയ്യാൻ നിങ്ങൾ കഴിയുന്നിടത്തോളം ശാന്തമായിട്ടുള്ള സുഖകരമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കാം. അത് നിങ്ങളുടെ ബെഡ്റൂം തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കഴിയുന്നിടത്തോളം നല്ല വൃത്തിയുള്ള ഒരിടമായിരിക്കണം. കാരണം വൃത്തി കുറഞ്ഞ ഒരിടമാണെങ്കിൽ ഒരുപക്ഷെ സ്കിന്നിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള സ്മെല്ലുകൾ ഉണ്ടാകാനോ ഒക്കെ അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒന്ന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കുക, ഉചിതമായിട്ടുള്ള സാഹചര്യം തിരഞ്ഞെടുക്കുക. ആ സമയത്ത് മറ്റാരും നിങ്ങളെ വിളിക്കില്ല, നിങ്ങളുടെ അടുത്തേക്ക് വരില്ല എന്നുള്ളത് കൂടി ഒന്ന് ഉറപ്പ് വരുത്തുക. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിനിടയിൽ ഈ പ്രോസസ്സ് മുറിഞ്ഞു പോകണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മറ്റ് കാര്യങ്ങളൊന്നുമല്ല, മുറിഞ്ഞു പോകണ്ട എന്നുള്ളത് മാത്രമാണ്. അതുപോലെ 2, ഉചിതമായിട്ടുള്ള പൊസിഷൻ എന്ന് പറയുമ്പോൾ അതാത് വ്യക്തികൾക്ക് ഏറ്റവും സുഖകരമായിട്ട് നിലനിൽക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പൊസിഷൻ. അത് നിങ്ങളുടെ ബെഡിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ കിടന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കഴിയുന്നിടത്തോളം നമ്മൾ ഉറങ്ങാനൊക്കെ കിടക്കുന്ന മാതിരി ഇങ്ങനെ നിവർന്ന് കിടക്കരുത്. മറിച്ച് വായിക്കാനൊക്കെ കിടക്കുന്നില്ലേ, അതായത് ഒരു പില്ലോ എടുത്തിട്ട് തലയുടെ ഭാഗം ഒരല്പം ഉയർത്തി വെച്ചിട്ട് ഇങ്ങനെ കിടക്കാറില്ലേ, അപ്പോൾ ആ വിധത്തിൽ കിടക്കാം. കാരണം നേരെ കിടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നോർമൽ ഉറക്കത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തലയുടെ ഭാഗം ഒരല്പം ഉയർത്തി വെച്ചിട്ട് വായിക്കാൻ കിടക്കുന്നത് മാതിരി ഉള്ള പൊസിഷൻ സെറ്റ് ചെയ്യാൻ പറഞ്ഞത്. 1. ഇനി അതല്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റും ആം റെസ്റ്റും ഒക്കെയുള്ള ചെയറോ അല്ലെങ്കിൽ സോഫയോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് എന്താണോ അത് ഉപയോഗിക്കാം. എന്നിട്ട് ഒന്ന് കിടക്കുകയാണെങ്കിൽ അങ്ങനെ, ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ. കഴിഞ്ഞിട്ട് സാവധാനം കണ്ണുകൾ അടച്ചു കൊടുത്തേക്കുക. കണ്ണുകൾ സാവധാനം അടയ്ക്കുക. ശരീരമെല്ലാം നല്ല ഫ്രീ ആയിട്ട് നല്ല ലൂസാക്കി ഇടുക. എന്നിട്ട് ശ്വാസത്തിൽ ശ്രദ്ധ കൊണ്ടുവരണം. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അത് ഉള്ളിലേക്ക് എടുക്കുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ എടുക്കണം. ശ്വാസം എൻ്റെ മൂക്കിലൂടെ പ്രവേശിക്കുകയാണ്, അത് ശ്വാസകോശങ്ങളിലേക്ക് നിറയുകയാണ്, ശ്വാസകോശങ്ങൾ വികസിക്കുന്നുണ്ട്, ചുരുങ്ങുന്നുണ്ട്. ഇപ്പോൾ ശ്വാസം പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ ഒരു ബോധത്തോടു കൂടി അതിനെ പൂർണ്ണമായിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെ ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. നോക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ജനിച്ചത് മുതൽ ഇത്രയും കാലം നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എത്ര പേര് മാത്രം അതിനെ അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് എടുക്കുന്നുണ്ട്? ആ ശ്വാസം എടുക്കുന്ന സമയത്തുള്ള ഒരു സുഖം, അതിലൂടെ കിട്ടുന്ന ഒരു സമാധാനം, ശാന്തത, ആ ഒരു ഫീല് എത്ര അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്? അപ്പൊ ഈ സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ട് ആ ഫീല് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മാത്രം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക, ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഇങ്ങനെ കുറച്ച് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു 30 സെക്കൻഡോ 1 മിനിറ്റോ സമയം നോക്കിയൊന്നും ചെയ്യേണ്ട. അത് കംഫർട്ടബിൾ ആയിട്ട് അങ്ങ് ചെയ്തോളൂ. കാരണം സമയം നോക്കി ചെയ്തു കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങളുടെ ശ്രദ്ധ ഡൈവേർട്ടായി പോകും. അപ്പൊ ശ്വാസം ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം ശ്വാസത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരിക. കുറച്ചുകൂടി ശക്തമായിട്ട് ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വേഗത്തിൽ പുറത്തേക്ക് വിടാം. ഇങ്ങനെ ദീർഘമായിട്ട് ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടാം. അതും ഒരു അല്പസമയം മുന്നോട്ട് പോയതിനു ശേഷം കുറച്ചുകൂടി വേഗത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശക്തമായിട്ട് ഉള്ളിലേക്ക് എടുത്ത് വേഗത്തിൽ പുറത്തേക്ക് വിടാം. ഇങ്ങനെ വലിയ സ്ട്രെയിൻ ഒന്നും കൊടുക്കണ്ട കേട്ടോ, സമാധാനമായിട്ട് ചെയ്താൽ മതി. ഒരല്പസമയം അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ശ്വാസം നോർമലാക്കി കൊണ്ടുവരിക, സാധാരണഗതിയിലാക്കി കൊണ്ടുവരിക. ശ്വാസം നോർമലാക്കി കൊണ്ടുവരിക. എന്നിട്ട് മെല്ലെ കണ്ണുകൾ തുറക്കുക. മെല്ലെ ഇങ്ങനെ കണ്ണുകൾ തുറന്നിട്ട്
കൃഷ്ണമണികൾ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുക. കണ്ടോ? കഴുത്തോ തലയോ ഒന്നും ഉയർത്തണ്ട, കൃഷ്ണമണികൾ മാത്രം മുകളിലേക്ക് ഉയർത്തുക. കാണുന്നുണ്ടല്ലോ? ഇങ്ങനെ ഉയർത്തുക. എന്നിട്ട് കൃഷ്ണമണികൾ നിങ്ങൾ കണ്ണു തുറന്നിട്ടുണ്ട്, കൃഷ്ണമണികൾ മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്, കൈകാലുകളെല്ലാം ഫ്രീ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മനസ്സ് കൊണ്ടൊരു നിർദ്ദേശം കൊടുക്കുക. മനസ്സിൽ മാത്രം കൊടുക്കുക, ശബ്ദമുണ്ടാക്കണ്ട, ചുണ്ടനക്കണ്ട, മനസ്സിൽ നിർദ്ദേശം കൊടുക്കുക. ഞാൻ സുഖകരമായ വിശ്രമത്തിലേക്ക് നീങ്ങുകയാണ്. ഞാൻ സുഖകരമായ വിശ്രമത്തിലേക്ക് നീങ്ങുകയാണ്. എൻ്റെ കൺപോളകളുടെ ഭാരം സാവധാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ സുഖകരമായ വിശ്രമത്തിലേക്ക് നീങ്ങുകയാണ്. എൻ്റെ കൺപോളകളുടെ ഭാരം സാവധാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ നിമിഷം കഴിയുന്തോറും കൺപോളകളുടെ ഭാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ നിമിഷം കഴിയുന്തോറും കൺപോളകളുടെ ഭാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ശക്തമായ ഭാരം കാരണം സാവധാനം കൺപോളകൾ അടയുകയാണ്. ഇപ്പോൾ ശക്തമായ ഭാരം കാരണം സാവധാനം കൺപോളകൾ അടയുകയാണ് എന്ന് മനസ്സിൽ നിർദ്ദേശം കൊടുത്തുകൊണ്ട് പതിയെ കണ്ണുകൾ അടച്ചു കൊടുക്കുക. പതിയെ കണ്ണുകൾ ഇങ്ങനെ അടച്ചു കൊടുക്കുക. കണ്ണുകൾ അടച്ചതിന് ശേഷം നിങ്ങളുടെ 2 കാൽപാദങ്ങളെയും ഒന്ന് മനസ്സുകൊണ്ട് കാണുക. കണ്ണു തുറന്നിട്ടില്ല, മനസ്സുകൊണ്ട് കാണുക. 2 കാൽപാദങ്ങളെയും മനസ്സുകൊണ്ട് കാണുക. എന്നിട്ട് മനസ്സിൽ തന്നെ നിർദ്ദേശം കൊടുക്കുക, എൻ്റെ 2 കാൽപാദങ്ങളും സുഖകരമായ വിശ്രമത്തിലേക്ക് നീങ്ങുന്നു. എൻ്റെ 2 കാൽപാദങ്ങളും സുഖകരമായ വിശ്രമത്തിലേക്ക് നീങ്ങുന്നു. അതിനുശേഷം കാൽപാദങ്ങളെ വിട്ടുകളയുക. 2 കാലുകളെ കാണുക. അതായത് കാൽപാദത്തിൻ്റെ അത് മുതൽ നമ്മുടെ അരക്കെട്ട് വരെയുള്ള കാൽപാദത്തിൻ്റെ ഭാഗങ്ങളെ കാണുക. മനസ്സുകൊണ്ട് കാണാനാണ് കേട്ടോ, കണ്ണു തുറന്നിട്ടല്ല, മനസ്സുകൊണ്ട് കാണുക. എന്നിട്ട് അവിടെയും നിർദ്ദേശം കൊടുക്കുക, എൻ്റെ 2 കാലുകളും സുഖകരമായ വിശ്രമത്തിലേക്ക് നീങ്ങുകയാണ്. എൻ്റെ 2 കാലുകളും സുഖകരമായ വിശ്രമത്തിലേക്ക് നീങ്ങുകയാണ്. 2-3 പ്രാവശ്യം അങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് പിന്നെ വയറ്, നെഞ്ച് തുടങ്ങിയ ഭാഗങ്ങളെ കാണുക, മനസ്സിൽ കാണുക. എൻ്റെ വയറ്, നെഞ്ച് തുടങ്ങിയ ഭാഗങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും സുഖകരമായ വിശ്രമത്തിലേക്ക് നീങ്ങുകയാണ്. എൻ്റെ വയറ്, നെഞ്ച് തുടങ്ങിയ ഭാഗങ്ങൾ പൂർണ്ണമായ വിശ്രമത്തിലേക്ക് നീങ്ങുകയാണ്. അതിനുശേഷം 2 കൈകളെ മനസ്സുകൊണ്ട് കാണുക, മനസ്സിൽ നിർദ്ദേശം കൊടുക്കുക, എൻ്റെ 2 കൈകളും സുഖകരവും അഗാധവുമായ വിശ്രമത്തിലേക്ക് നീങ്ങുകയാണ്. എൻ്റെ 2 കൈകളും സുഖകരവും അഗാധവുമായ വിശ്രമത്തിലേക്ക് നീങ്ങുകയാണ്. അതും 2-3 പ്രാവശ്യം ആവർത്തിക്കുക. അതിനുശേഷം ശിരസിനെ തലയെ മനസ്സുകൊണ്ട് കാണുക. അവിടെ നിർദ്ദേശം കൊടുക്കുക, എൻ്റെ ശിരസ് വളരെ സുഖകരവും ആരോഗ്യകരവുമായ വിശ്രമത്തിലേക്ക് നീങ്ങുകയാണ്. ശിരസ് സുഖകരവും ആരോഗ്യകരവുമായ വിശ്രമത്തിലേക്ക് നീങ്ങുകയാണ്. ഇത്രയും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് നമ്മുടെ ശരീരത്തെ ഒട്ടാകെ ഒന്ന് കാണുക. കാൽപാദം മുതൽ ശിരസ് വരെയുള്ള ശരീരഭാഗങ്ങളെ ഒരുമിച്ചൊന്ന് കാണാൻ ശ്രമിക്കുക. അതായത് നിങ്ങളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുന്ന വിധത്തിൽ, കിടക്കുകയാണെങ്കിൽ കിടക്കുന്ന വിധത്തിൽ കാണുക. എന്നിട്ട് എൻ്റെ ശരീരം പരിപൂർണമായും സുഖകരമായ വിശ്രമത്തിലേക്ക് നീങ്ങുകയാണ്. എനിക്ക് വളരെ സുഖകരമായിട്ട് അത് അനുഭവിച്ച് അറിയാൻ സാധിക്കുന്നുണ്ട് തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മളൊരു റിലാക്സ് സ്റ്റേറ്റിലെത്തും, ഒരു വിശ്രമാവസ്ഥയിലേക്ക് എത്തും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും
നിങ്ങൾ സ്വയം അന്നേരം നിങ്ങളെ വിശകലനം ചെയ്യരുത്. ശരിക്കും എന്താണിപ്പോൾ എൻ്റെ സ്ഥിതി, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരിയുള്ള വിശ്രമാവസ്ഥ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ തുടങ്ങിയ ഒരു വിശകലനത്തിലേക്കും പോകരുത്. കാരണം നിങ്ങൾ വിശകലനം ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ അവിടെ നമ്മുടെ കോൺഷ്യസ് വരും, നമ്മുടെ ബോധതലം വരും. നമ്മുടെ ബോധതലത്തിനെ ഇപ്പോൾ ചെറിയ മയക്കത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയിരിക്കുകയാണ്. പക്ഷേ വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കൺപോളകളുടെ ഭാരം വർദ്ധിക്കുവാൻ തുടങ്ങുന്നു എന്ന് നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് ശരിക്കും വർദ്ധിക്കുന്നുണ്ടോ എന്നൊന്നും നോക്കണ്ട, പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തേക്കുക, നിരുപാധികം വിട്ടുകൊടുത്തേക്കുക. അപ്പോൾ ശരീരം പൂർണ്ണമായിട്ടും ഒരു റിലാക്സ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നിർദ്ദേശമുണ്ടല്ലോ, ഓട്ടോ സജഷൻ, അതായത് എൻ്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ള നിർദ്ദേശമുണ്ടല്ലോ, ഈ നിർദ്ദേശം മനസ്സുകൊണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇവിടെയാണ് ഞാൻ നിർദ്ദേശങ്ങൾ എഴുതണം, 21 പ്രാവശ്യം എഴുതണം, വായിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഏകദേശം ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ കോൺഷ്യസ്, നമ്മുടെ ബോധതലം, അതിൻ്റെ തീവ്രത സാവധാനം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും, കുറേയധികം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ഏകദേശം നമ്മുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ ഉപബോധ തലമാണ്, സബ് കോൺഷ്യസ് തലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിൽ മുൻകൈ എടുത്തിരിക്കുന്നത് ആരാ? നമ്മുടെ ഉപബോധതലം. അപ്പോൾ അതുകൊണ്ട് ഉപബോധതലത്തിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉപബോധതലത്തിന്, സബ് കോൺഷ്യസ് തലത്തിന് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റൂ. എൻ്റെ പോയിന്റ് മനസ്സിലായോ? എങ്കിൽ മാത്രമേ സബ് കോൺഷ്യസ് തലത്തിന് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റൂ. ഇനി നിങ്ങളിത് എഴുതിയിട്ടില്ല, അത് വായിച്ചു നോക്കിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും, എന്ത് സംഭവിക്കാനുള്ള സാധ്യത എന്ന് ചോദിച്ചാൽ, ഇത്ര എത്തുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ വരും. ഞാൻ എന്ത് നിർദ്ദേശമാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്ത് വാക്കാണ് അവിടെ കൊടുക്കേണ്ടത്, ഇത് കൊടുക്കണോ അത് കൊടുക്കണോ? ഈ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ബോധതലം ഉണരും. നമ്മളിപ്പോൾ ബോധതലത്തിന് മയക്കി വെച്ചിരിക്കുകയാണ്, ഈ ബോധതലം ഈ ഉണരും. മനസ്സിലായോ? അപ്പോൾ വേണ്ടത്ര ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് വേണ്ട ഡേറ്റ യാതൊരു ആശങ്കകളോ ആശയക്കുഴപ്പങ്ങളോ ഒന്നുമില്ലാതെ സബ് കോൺഷ്യസിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയറായോ? അപ്പോൾ പല പ്രാവശ്യം നിർദ്ദേശം കൊടുക്കുന്നു, എൻ്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ വളരെയധികം തുടങ്ങിയ വാക്കുകൾ ചേർക്കാം കേട്ടോ. വളരെയധികം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു തുടങ്ങിയ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ അഫർമേഷൻ്റെ വെബിനാറിലും അതുപോലെ പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ് എന്നുള്ള വെബിനാറിലുമൊക്കെ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം വിവരിച്ചിരുന്നു. ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല, കാരണം ഒരുപാട് സമയമെടുത്ത് പോകും. ഈ നിർദ്ദേശം പല പ്രാവശ്യം കൊടുക്കുക, പല പ്രാവശ്യം കൊടുത്തിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യും, നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിച്ചു വരാൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അവിടെയും അനലൈസ് ചെയ്യണ്ട, ഇത് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അനലൈസ് ചെയ്യണ്ട, നിങ്ങളത് ചെയ്തേക്കുക. അതിനുശേഷം നമ്മൾ ഉണരാൻ തുടങ്ങുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു, ഇനി ഉണരാൻ തുടങ്ങുകയാണ്. അവിടെയും മനസ്സുകൊണ്ട് നിർദ്ദേശം കൊടുക്കുന്നു, ഞാൻ സാവധാനം സുഖകരമായി ഈ വിശ്രമത്തിൽ നിന്നും ഉണരുവാൻ തുടങ്ങുകയാണ്. ഞാൻ സാവധാനം സുഖകരമായി ഈ വിശ്രമത്തിൽ നിന്നും ഉണരുവാൻ തുടങ്ങുകയാണ്. ഈ വിധത്തിൽ നിർദ്ദേശം കൊടുക്കുക. നേരത്തെ കണ്ടതുപോലെ നമ്മുടെ കാൽപാദങ്ങളെ മനസ്സുകൊണ്ട് കാണുന്നു. കാൽപാദങ്ങൾ പൂർണ്ണമായിട്ടും ആരോഗ്യകരമായി പ്രവർത്തിച്ചു വരുന്നത് മനസ്സുകൊണ്ട് നിർദ്ദേശം കൊടുക്കുന്നു. കാൽപാദങ്ങളെ, കാൽവിരലുകളൊക്കെ മെല്ലെ ചലിപ്പിക്കുന്നു. പിന്നെ കാൽപാദം മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗം കാലുകളെ മനസ്സിൽ കാണുന്നു, പൂർണ്ണമായിട്ടും പ്രവർത്തിച്ചു വരുന്നതായിട്ടും രക്തപ്രവാഹം, രക്തചംക്രമണം നടക്കുന്നതായിട്ടും ഒക്കെ നിർദ്ദേശം കൊടുക്കുന്നു. അതുപോലെ വയറ്, നെഞ്ച് തുടങ്ങിയ ഭാഗങ്ങളെ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്നതായിട്ടും ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് വരുന്നതായിട്ടുമുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. പിന്നെ 2 കൈകളെയും മനസ്സിൽ കാണുന്നു, ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് വരുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അതുപോലെ ശിരസ്, തലയെ പൂർണ്ണമായിട്ടും ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് വരുന്നതായിട്ട് കാണുന്നു, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തപോലെ നമ്മുടെ ശരീരത്തിനെ പൂർണ്ണമായിട്ടും ഒന്ന് മനസ്സിൽ കണ്ടിട്ട്, എൻ്റെ ശരീരം ഇപ്പോൾ പൂർണ്ണമായും ആരോഗ്യകരമായ അവസ്ഥയിലാണ്, ഊർജ്ജസ്വലമായ അവസ്ഥയിലാണ് തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. എന്നിട്ടൊരു നിർദ്ദേശം കൊടുക്കേണ്ടത്, എൻ്റെ കൺപോളകളുടെ ഭാരം പരിപൂർണമായും കുറഞ്ഞ്
സുഖകരമായി തുറക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധിക്കും. അല്ലെങ്കിൽ പരിപൂർണമായും കുറഞ്ഞ് തികച്ചും നോർമലായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സുഖകരമായി കൺപോളകൾ തുറക്കുവാൻ എനിക്ക് സാധിക്കും. ഇത് പല പ്രാവശ്യം നിർദ്ദേശം കൊടുക്കുക, സാവധാനം കൺപോളകൾ തുറക്കുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ നിങ്ങൾ ആദ്യം ശ്രമിക്കുമ്പോൾ കൺപോളകൾ തുറക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഒന്ന് ടൈറ്റായ മാതിരി, ഒന്ന് ലോക്കായ മാതിരി ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. പെട്ടെന്ന് തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു പോയിട്ടുണ്ടാകാം, ചിലപ്പോൾ ചിലർക്ക് അനുഭവപ്പെടും. അങ്ങനെയാണെങ്കിലും ഒന്നുമില്ല, പാനിക്കാവുക ഒന്നും വേണ്ട. നിങ്ങൾ മനസ്സിൽ തന്നെ നിർദ്ദേശം കൊടുക്കുക, ഇപ്പോൾ എനിക്ക് സുഖകരമായി കണ്ണുകൾ തുറക്കുവാൻ സാധിക്കും എന്ന് മനസ്സിൽ പല പ്രാവശ്യം നിർദ്ദേശം കൊടുത്ത് മെല്ലെ ശ്രമിക്കുക, മെല്ലെ ശ്രമിക്കുക. സാവധാനം കണ്ണ് തുറക്കാം. ഒരല്പം സമയം കൂടുതൽ എടുത്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കണ്ണ് തുറക്കാൻ പറ്റും. കൺപോളകൾ ലോക്കായി പോയെന്നോ തുറക്കാൻ പറ്റില്ല എന്നോ കരുതി പാനിക് ആവുകയേ വേണ്ട. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കണ്ണുകൾ തുറക്കാൻ പറ്റും. ചിലപ്പോൾ ചില വ്യക്തികളിൽ ഒരല്പം സമയം കൂടുതൽ എടുത്തേക്കാം, അത്രമാത്രമേ ഉള്ളൂ. തുറക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു, നമ്മൾ അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ, എന്ത് മാറ്റത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ചെയ്തിരിക്കുന്നത്, ആ കാര്യം നമ്മൾ ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഇരുട്ടിൽ സുഖമായിട്ട് നടക്കാനും സുഖമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റണമെന്നിരിക്കട്ടെ, ധൈര്യപൂർവ്വം അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. നല്ല ഇരുട്ടിൽ നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടി, വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇടപഴകുന്നത് നിങ്ങൾ മനസ്സിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളൊരു പബ്ലിക് പ്ലേസിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോകുന്നു, പക്ഷേ നിങ്ങൾ വളരെ കംഫർട്ടബിളായിട്ട്, വളരെ സുഖമായിട്ട്, ധൈര്യത്തോടു കൂടി അവിടെ ഇടപെടുന്നു. ഇത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം. അല്ലെങ്കിൽ എക്സാം ഫിയർ ആണ് മാറേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വളരെ സുഖമായിട്ട്, വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി എക്സാം എഴുതുന്നത്, വളരെ സന്തോഷത്തോടു കൂടി എക്സാം എഴുതുന്നത് വിഷ്വലൈസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? കുറേ പ്രാവശ്യം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക, കഴിയുന്നിടത്തോളം അതിൻ്റെ ഒരു ഫീലോട് കൂടി, ഒരു വൈകാരിക ഭാവത്തോടു കൂടി വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് എണീറ്റ് പോരാ. എണീറ്റ് പോരുന്നതിന് മുമ്പ് കൈകാലുകളൊക്കെ ഒന്ന് അനക്കി കംഫർട്ടബിൾ ആണെന്ന് തോന്നിയാൽ മാത്രം എണീറ്റ് പോരുക. അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം അവിടെ സ്പെൻഡ് ചെയ്യുക. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇനി വേണ്ടത് ആക്ഷൻസ് ആണ്. നമ്മൾ എന്ത് മാറ്റത്തിന് വേണ്ടിയിട്ടാണോ ഇത് ചെയ്തിരിക്കുന്നത്, അത് കുറച്ചായിട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ ഭൗതിക തലത്തിൽ നമ്മൾ ചെയ്യണം. ഒരു ഉദാഹരണത്തിന്, നേരത്തെ പറഞ്ഞ മാതിരി ഇരുട്ടിൽ ഇടപെടേണ്ടതാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കൂരിരുട്ടിലൊന്നും പോയി ഇടപെടണമെന്ന് ഞാൻ പറയുന്നില്ല. ചെറിയ ഇരുട്ടിൽ, സന്ധ്യാസമയത്ത്, ഇപ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് സന്ധ്യയായി വരുമ്പോൾ നിങ്ങൾക്ക് ഇടപെടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക, ചുറ്റുപാടും ഒന്ന് നോക്കുക, ആ സാഹചര്യങ്ങളെ തിരിച്ചറിയുക. പിന്നെ ഓരോ ദിവസം കഴിയുന്തോറും ഇതിങ്ങനെ കൂട്ടി വരിക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ സ്റ്റേജ് ഫിയർ ആണ് മാറ്റിയെടുക്കേണ്ടതെങ്കിൽ ആദ്യം ഇതുപോലെ വെബിനാറുകളിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കാൻ ശീലിക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് സംസാരിക്കാൻ ശീലിക്കുക, ഇടയ്ക്ക് സംശയങ്ങൾ ചോദിക്കാൻ ശീലിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ ശീലിക്കുക. അതിനുശേഷം പ്രാവർത്തിക തലത്തിലേക്ക്, ചിലപ്പോൾ നിങ്ങളുടെ ഒരു കുടുംബ സംഗമം ഉണ്ടെങ്കിൽ അവിടെ സംസാരിക്കുക, നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉണ്ടെങ്കിൽ അവിടെ സംസാരിക്കുക, ചിലപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അവിടെ സംസാരിക്കുക. അങ്ങനെ പറ്റുന്ന ഇടങ്ങളിലെല്ലാം സംസാരിച്ച് വരിക. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതുപോലെ സ്റ്റേജ് ഫിയർ ഒക്കെ മാറാൻ വേറെ ഗംഭീരമായിട്ടുള്ള ഒരു മാർഗം കൂടിയുണ്ട്. ടി വിയിലൊക്കെ നല്ല ക്രൗഡിൻ്റെ ഒക്കെ ചിത്രങ്ങൾ വരില്ല, ധാരാളം ജനക്കൂട്ടങ്ങളൊക്കെ ഉള്ള ചിത്രമില്ലേ? അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് അവിടെ അത് നമ്മുടെ മുന്നിലുള്ള യഥാർത്ഥ ആളുകളാണ് സങ്കല്പിച്ചുകൊണ്ട് സംസാരിക്കാം. കാരണം നമ്മുടെ സബ് കോൺഷ്യസിന് സത്യമേതാ, മിഥ്യേതാ, യാഥാർത്ഥ്യമേതാ, ചിത്രമേതാ എന്നൊന്നും അവനറിയില്ല. അവനിതിനെ യാഥാർത്ഥ്യമായിട്ടെടുക്കും. ഗംഭീരമായിട്ടുള്ള മാറ്റം സംഭവിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത്. മിനിമം 21 ദിവസം ചെയ്യണം. അതിലനുസരിച്ച് വ്യത്യാസം വരുന്നതനുസരിച്ചിട്ട് കൂടുതൽ മുന്നോട്ട് പോകണം. അതല്ലാതെ 2 ദിവസം ചെയ്തിട്ട് അയ്യോ കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല എന്ന് കരുതി അവിടെ നിർത്തരുത്. മിനിമം ഏറ്റവും ചുരുങ്ങിയത് 21 ദിവസം ചെയ്യണം. കൂടുതൽ അങ്ങോട്ട് പോകാൻ 41 ദിവസം, 90 ദിവസം ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കൂ.
ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയാൽ എന്തായി നമ്മളെ ഉണർത്താൻ ആരും ഉണ്ടാവില്ല, നമ്മൾ സെൽഫായിട്ടല്ലേ ഇരിക്കുന്നത്. യെസ്, സ്ലീപ്പ് കഴിഞ്ഞ് ഉണർന്നു വന്നോളാം, കുഴപ്പമൊന്നുമില്ല. സേഫായിട്ടിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. എന്താ ചോദിച്ചത്? അല്ല, സമയം കൂടുതൽ എടുക്കുന്നത് കൊണ്ട് ഇല്ല, കുഴപ്പമുണ്ടാവില്ല. ഒരു കുഴപ്പമില്ല. സ്ലീപ്പിലേക്ക് പോയാലും കടന്നു വരാൻ പറ്റും. ഒരു കാര്യം കൂടി ചോദിച്ചത് നന്നായി. കഴിയുന്നിടത്തോളം ഈ സെൽഫ് ഹിപ്നോസിസ് രാവിലെ ചെയ്യുന്നതാണ് നല്ലത്. രാവിലെ എന്ന് പറയാൻ നമ്മൾ ഉണർന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്, പ്രധാനമായിട്ടും 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, രാവിലെ ഉണരുന്ന സമയത്ത് നമ്മുടെ കോൺഷ്യസ് അത്രമാത്രം തീവ്രമായിരിക്കില്ല. അതുകൊണ്ട് ആ സമയത്ത് കുറച്ചുകൂടി പെട്ടെന്ന് കുറച്ചുകൂടി ആഴത്തിൽ സെൽഫ് ഹിപ്നോസിസിൽ ഏർപ്പെടാൻ പറ്റും. 1. 2, നമ്മൾ ഈ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ സെൽഫ് ഹിപ്നോസിസിലൂടെ നമ്മൾ ആർജിക്കുന്ന ഒരു ഊർജ്ജസ്വലത ആ ഫുൾ ഡേ നമുക്ക് നിലനിർത്താൻ പറ്റും. അത് ഗംഭീരമായിട്ടുള്ളൊരു അനുഭവം നിങ്ങൾക്ക് തരും. ഇനി മറ്റൊന്ന്, ഇവിടെ ചോദിച്ചില്ല, ഒരു പക്ഷേ നമ്മൾ ഉറങ്ങിപ്പോയാലോ? സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഉറക്കത്തിലേക്ക് പോയാൽ നിങ്ങളുടെ അന്നത്തെ ജോലിക്ക് പോകുന്ന തുടങ്ങിയ കാര്യങ്ങളിൽ ചിലപ്പോൾ മുടക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ആവശ്യമെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിനപ്പുറം നിങ്ങൾക്കൊരു അലാം സെറ്റ് ചെയ്ത് വയ്ക്കാം, ആവശ്യമെങ്കിൽ. ഓക്കെ, മറ്റെന്തെങ്കിലും? നമ്മുടെ ഇതില് ഈ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ മാറ്റാൻ പറ്റുമോ ഈ ഹിപ്നോസിസിലൂടെ? പറ്റും. അതും ഈ പറഞ്ഞ പോലെ വളരെ ആഴത്തിലുള്ളതാണ് എങ്കിൽ നിങ്ങൾക്കൊരു തെറാപ്പിസ്റ്റിന്റെ സേവനം വേണ്ടി വരും. അതല്ല എങ്കിൽ സെൽഫ് ഹിപ്നോസിസിലൂടെ മാറ്റാൻ പറ്റും. ഓക്കെ, ഈ 21 ഡേയ്സിലെ ഒന്നും കൂടി പറയൂ, കേട്ടില്ല. സാറേ 21 ഡേയ്സില് ഒരു പ്രോബ്ലമേ മാറ്റാൻ പറ്റത്തുള്ളൂ? അതെ, ഒരു പ്രോബ്ലം കൂടുതൽ എടുക്കരുത്, ഒരു പ്രോബ്ലം മാത്രം സ്പെസിഫിക്. അത് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ ഒരേ സമയം പോകരുത്, സ്പെസിഫിക് ആയിട്ട് ഒരേ കാര്യം മാത്രം. കുറെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്നിൽ മാറ്റം വന്നതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് കടക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പൊ നോക്കൂ, നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങണം, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണം. ഒരിടത്ത് പോയിട്ട് കംപ്ലീറ്റ് വാങ്ങിയിട്ട് വന്നിട്ട് അടുത്തതിലേക്ക് പോകുന്നതല്ലേ നല്ലത്, അല്ലേ? അതേ കാര്യം തന്നെയാണ് ഇവിടെയും. അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്, ഞാനിപ്പോ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. താങ്ക് യു. മറ്റെന്തെങ്കിലും പറയൂ. ഫസ്റ്റ് ലെവൽ ക്ലാസ് അടുത്തിടയ്ക്ക് ഏതെങ്കിലും ജില്ലയിലുണ്ടോ സാറേ? ഫസ്റ്റ് ലെവൽ ക്ലാസ് ഹിപ്നോസിസിന്റെ ഫസ്റ്റ് ലെവൽ ക്ലാസ് അനൗൺസ് ചെയ്തിട്ടില്ല. ഇനി വരുന്ന ഫസ്റ്റ് ലെവൽ ക്ലാസ്സെല്ലാം 2 ദിവസമായിരിക്കും. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തലങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. 2 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. അനൗൺസ് ചെയ്തിട്ടില്ല, വൈകാതെ ഉണ്ടാകും. ഡിസംബറിലുണ്ടാകും, ഡിസംബർ ഒരു പകുതിക്ക് ശേഷം ഉണ്ടാകും കേട്ടോ, അറിയിക്കാം. താങ്ക് യു സാർ. താങ്ക് യു. പറയൂ സാർ. അതുപോലെ തന്നെ നമ്മൾ ഈ സെൽഫ് ഹിപ്നോസിസ് ചെയ്യുന്ന ഇത് ഒരു കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഇത് നമ്മൾക്കൊരു തേർഡ് പാർട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സക്സസ് ആവുമോ? മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാനാണോ? മറ്റൊരാൾക്ക് ചെയ്യണമെങ്കിൽ അത് ആധികാരികമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും നന്നാവുക. നല്ല ഓക്കെ സാർ, അത് തീർത്തും ഞാൻ പറഞ്ഞതിന്റെ ഒരു ഡൗട്ടാണ്. അത് ചോദിക്കാം, തീർച്ചയായിട്ടും സംശയങ്ങൾ ചോദിക്കാം, അതിലൊരു തെറ്റുമില്ല. ഡൗട്ട് വേണ്ടിയല്ല, നമുക്കൊരു കോൺഫിഡന്റോ അല്ലെങ്കിൽ അതിന് വേണ്ട അറിവ് സമ്പാദിച്ചതിന് ശേഷം നമ്മൾ മറ്റൊരു വ്യക്തിയെ ഹിപ്നോസിസിന് വിധേയമാകുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ മറ്റു ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനുശേഷം അതിലേക്ക് പോകുന്നതായിരിക്കും നന്നാവുക കേട്ടോ. കാരണം മറ്റൊരു വ്യക്തിയെ ഹിപ്നോസിസിലേക്ക് നയിക്കുമ്പോൾ അവർ കുറച്ചുകൂടി ആഴത്തിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന, അതുപോലെ വ്യക്തികളുടെ വ്യത്യസ്തതയൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അത് മറ്റൊരു രീതിയാണ്. ഇത് നമ്മൾ സെൽഫ് ഹിപ്നോസിസ് ചെയ്യേണ്ട രീതിയാണ് പഠിച്ചത്, മറ്റൊരു വ്യക്തിയെ ഹിപ്നോസിസ് ചെയ്യുന്നതല്ല നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അത് സാറിന്റെ അടുത്ത് കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾ ഹിപ്നോസിസ് കോഴ്സിന് ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ അതിനുശേഷം തീർച്ചയായിട്ടും പറ്റും കേട്ടോ. അല്ല, നല്ലൊരു ലോങ് കോഴ്സ് തന്നെ ചെയ്യാൻ താല്പര്യമുണ്ട്. അത് ടൈം അറേഞ്ച് ആയി വരുന്നില്ല. ശരി, ആവട്ടെ, കോർഡിനേറ്ററെ കോൺടാക്ട് ചെയ്തോളൂ. പറയൂ. 21 ദിവസത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ മീറ്റിംഗ് ചെയ്യാൻ വേണ്ടിട്ട് പുറത്തേക്ക് പോയപ്പോൾ സാർ അത് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ലോ, ഒന്നുകൂടി പറഞ്ഞു തരും. മിനിമം 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണമെന്നാ പറഞ്ഞത്. അല്ല, അതെന്താണെന്ന് ഞാൻ കേട്ടില്ല. അതിന്റെ കാരണം ഞാൻ അവിടെ പറഞ്ഞില്ല, ബട്ട് അതിന്റെ കാരണം ന്യൂറൽ പാത്വേസ് ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ടാണ്. ന്യൂറൽ പാത്വേസ് എന്താന്നൊക്കെ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല, കാരണം 2 കാര്യങ്ങളുണ്ട്. അത് കുറച്ചുകൂടി സങ്കീർണമായിട്ട് പറയേണ്ടതുണ്ട്, കൂടുതൽ സമയം എടുക്കും. പിന്നെ ഇവിടെ അതിന്റെ ആവശ്യമില്ല, അതുകൊണ്ട്. ഓക്കെ.
മറ്റൊന്ന് സാറ് തന്നൊരു അഫർമേഷൻ ഉണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നെഞ്ഞത്ത് കൈ വെച്ചിട്ട് പിന്നെ എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, അത് ശരിക്കും ഞാൻ ഇപ്പൊ കുറേ ദിവസം ചെയ്തിട്ട് എനിക്ക് നല്ല എല്ലാ അന്നയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അത് ഗംഭീരമായിട്ടുള്ള വളരെ എനിക്ക് നല്ല എഫക്റ്റ് ആയിട്ട് അനുഭവത്തിൽ വന്നത്. യെസ്, എക്സാക്ട്ലി. അത് വളരെ ഗംഭീരമായിട്ടുള്ള അഫർമേഷൻ ആണ്, വളരെ ഗംഭീരമായിട്ടുള്ള. മാത്രമല്ല രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും രാവിലെ ഉണരുന്ന സമയത്തും നമ്മുടെ സബ് കോൺഷ്യസ് ഓപ്പൺ ആയിരിക്കും, പരമാവധി ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയങ്ങളിൽ ഗംഭീരമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. ശരി. അതുകൊണ്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇത് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. കഴിയുന്നിടത്തോളം ഈ സമയങ്ങളിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് രാവിലെ ഉണരുന്ന സമയത്തും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുകയോ വായിക്കുകയോ ഒന്നും ചെയ്ത്, അതായത് ഷോർട്സ്, റീൽസ്, അതിനാവശ്യമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതിലൊന്നിലും കയറരുത്. നമ്മുടെ മനസ്സ് ഏറ്റവും ശുദ്ധമായിരിക്കേണ്ട സമയമാണതെല്ലാം. ശരി, താങ്ക് യു. മറ്റെന്തെങ്കിലും? ഇനി ഈ സെൽഫ് ഹിപ്നോസിസിനെ കുറിച്ച് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ യൂട്യൂബിൽ സെൽഫ് ഹിപ്നോസിസിനെ കുറിച്ച് 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, എന്താണ് സെൽഫ് ഹിപ്നോസിസ് എന്നുള്ളത്. 2, എങ്ങനെയാണ് സെൽഫ് ഹിപ്നോസിസ് ചെയ്യേണ്ടത് എന്നുള്ളത്. 2 വീഡിയോകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾക്കത് കാണാം. അശോക് നാരായൺ എന്നെൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. സെൽഫ് ഹിപ്നോസിസ് അശോക് നാരായൺ എന്നൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും, യൂട്യൂബിൽ നിന്ന് കിട്ടും. 2 വീഡിയോകളുണ്ട്, ആവശ്യമെങ്കിൽ അത് കാണാം. കാരണം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓർമ്മയിലില്ല എങ്കിലോ ഒക്കെ അത് കണ്ടാൽ നിങ്ങൾക്കത് കിട്ടും. ഓക്കെ. അതുപോലെ മറ്റൊന്ന്, 7 days 7 ദിവസത്തെ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് പുതിയ ബാച്ച് 25-ാം തീയതി തുടങ്ങുന്നുണ്ട്. 25-ന് 7 ദിവസത്തെ കോഴ്സ് തുടങ്ങുന്നുണ്ട്. ശരിക്കും 1000 rupees-ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. ബട്ട് ഇപ്പോൾ പുതിയ ഓഫറിൽ 99 rupees-ന് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. 7 ദിവസത്തെ കോഴ്സ് ചെയ്യാൻ പറ്റും. ആവശ്യമെങ്കിൽ നേരത്തെ തന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അത് ഓൺലൈൻ കോഴ്സാണോ? അത് ഓൺലൈനാണ്, വാട്സപ്പിലൂടെയാണ് തരുന്നത്. അപ്പോൾ വാട്സപ്പിലൂടെ തരുന്നതുകൊണ്ട് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെയായാലും അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സംശയങ്ങൾ വാട്സപ്പിലൂടെയോ ഫോണിലൂടെ തന്നെ ചോദിക്കാൻ പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാമെങ്കിൽ എത്ര കാലം വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാനും പറ്റും. നിങ്ങളുടെ വാട്സപ്പിലുള്ള അത്രയും കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. മറ്റെന്തെങ്കിലും? സാർ ഇപ്പൊ പറഞ്ഞ ഒരു സെൽഫ് അഫർമേഷൻ ഒന്ന് ഓടിച്ചിട്ട് ഒരു വരി പറയാൻ പറ്റും? ഓടിച്ചിട്ട് വേണ്ട, നേരെ തന്നെ പറഞ്ഞുതരാമല്ലോ. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, സമ്പത്ത്, ഭാഗ്യം, അറിവ്, ആരോഗ്യം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ ഞാൻ സന്തോഷം കൂടി കൂട്ടിയിരുന്നു സർ. വെരി ഗുഡ്. കൂട്ടിച്ചേർക്കാം. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, സമ്പത്ത്, ഭാഗ്യം, അറിവ്, ആരോഗ്യം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. മറ്റെന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? അത് ചെസ്റ്റിൽ കൈവച്ചുകൊണ്ടാണോ? എങ്ങനെയാണ്? ചെസ്റ്റിൽ കൈവച്ച് കൊടുത്താൽ കൂടുതൽ ഇഫക്റ്റീവ് ആയിരിക്കും. ഇനി ചെസ്റ്റിൽ കൈവച്ച് തന്നെ കൊടുക്കണം നിർബന്ധമല്ല. ഇത് രാവിലെ ഉണരുമ്പോഴോ രാത്രി ഉറങ്ങുമ്പോഴോ മാത്രമല്ല, ഈ സമയങ്ങളിൽ കൂടുതൽ നല്ലതാണ്. സദാസമയം കൊടുക്കാം, എപ്പോൾ വേണമെങ്കിലും ഒരു മന്ത്രജപം പോലെ കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് ചെസ്റ്റിൽ കൈവയ്ക്കണമെന്നില്ല, വളരെ കൂളായിട്ട് നിന്നിട്ട് ഇപ്പം നിങ്ങൾ യാത്ര ചെയ്യുകയാണ്, നിങ്ങൾക്കിത് കൊടുക്കാം. നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്, കൊടുക്കാം. നിങ്ങൾ കുളിക്കുകയാണ്, കൊടുക്കാം. നിങ്ങൾ വാഷ്റൂമിലാണ്, കൊടുക്കാം. ഫുൾ ടൈം ഒരു മന്ത്രജപം പോലെ ഇത് കൊടുത്തുകൊണ്ടേയിരിക്കുക. സെൽഫ് ഹിപ്നോട്ടിസ് ചെയ്യുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ? ഏതാ? സെൽഫ് ഹിപ്നോട്ടിസിന്റെ ഓട്ടോ സജഷൻ ആയിട്ട് ഇത് കൊടുക്കാം. കൊടുക്കാം. മറ്റെന്തെങ്കിലും? വളരെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്യണം. തീർച്ചയായിട്ടും, അതെ. ശരി. അപ്പോൾ വരുന്ന ആഴ്ചയിൽ പുതിയൊരു വിഷയത്തിൽ വെബിനാർ ഉണ്ടാകും. കഴിയുന്നിടത്തോളം പങ്കെടുക്കൂ. അപ്പോൾ ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി, വളരെ സന്തോഷത്തോടു കൂടി ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാ ഗുരുനാഥന്മാരുടെയും പാതാരവിന്ദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് മറ്റൊരു വേദിയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു. ഈ വെബിനാറിൽ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ നിങ്ങളുള്ള നമ്മുടെ ഗ്രൂപ്പുകളിലൊന്ന് പോസ്റ്റ് ചെയ്തേക്കൂ കേട്ടോ. ഈ വെബിനാറിൽ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ നമ്മുടെ ഹിപ്നോസിസ് ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെ, സമൃദ്ധി ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെ, ഏത് ഗ്രൂപ്പിലാണോ ഉള്ളത് അതിലൊന്ന് പോസ്റ്റ് ചെയ്തേക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.